നമസ്തേ. CPM മന്ത്രിമാരുടെയും നേതാക്കന്മാരുടെയും രഹസ്യ സാമ്പത്തിക ഇടപാടുകളിലേക്ക് വിരൽ ചൂണ്ടുന്ന പാർട്ടി അനുഭാവിയായ ചെന്നൈ വ്യവസായിയുടെ കത്ത് കോടതി രേഖയാക്കിയത് ആരുടെ ബുദ്ധി? സെക്രട്ടേറിയറ്റ് ഇടനാഴികളിലെ അവതാരങ്ങൾക്കെതിരെ അധികാരത്തിലെത്തിയതും ഗർജിച്ച പിണറായി UK-യിലെ അവതാരത്തിൻ്റെ കെണിയിൽ വീണതാണോ? ആരാണ് ഈ രാജേഷ് കൃഷ്ണ? പാർട്ടിയുടെ ചാനലിൽ റിപ്പോർട്ടറായിരുന്ന രാജേഷ് കൃഷ്ണ UK-യിൽ കോടികളുടെ ആസ്തിയുള്ള ബിസിനസ്സുകാരനായത് എങ്ങനെ? പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഭാര്യയും UK-യിൽ ഇയാളുടെ വീട്ടിൽ താമസിച്ചത് ഏത് അടുപ്പത്തിൻ്റെ പുറത്താണ്? ആരുടെയൊക്കെ ബിനാമിയാണ് രാജേഷ് കൃഷ്ണ? UK-യിലെ ഈ അവതാരം പാർട്ടിയെ അവതാളത്തിലാക്കുമോ? ജന ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. BJP വക്താവ് PR ശിവശങ്കർ, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുമള്ളി, RMP നേതാവ് N വേണു, പരാതിക്കാരൻ ഷർഷാദ് ബനിയാണ്ടി എന്നിവ ചേരുന്നു. അതിഥികളായി എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ PR ശിവശങ്കർ, ലണ്ടനിലെ കച്ചവടക്കാരൻ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ അയാളുടെ മുൻ സുഹൃത്ത് ഷർഷാദ് പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ അഴിമതി, സാമ്പത്തിക തിരിമറി ആരോപണങ്ങളുണ്ട്. വിദേശ നിക്ഷേപ ചട്ടം ലംഘിച്ചതിന് ഇയാളുടെ ചെന്നൈയിലെ സെക്യൂരിറ്റി സർവീസസ് കമ്പനിക്കെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ കമ്പനിയുടെ മറവിലാണ് പാർട്ടി മന്ത്രിമാർക്കും നേതാക്കന്മാർക്കും രാജേഷ് പണം അയച്ചത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണം പാർട്ടിയിലേക്കും നേതാക്കളിലേക്കും എത്തുമോ എന്ന ആശങ്കയാണ് ഷർഷാദ് കത്തിൽ പ്രകടിപ്പിച്ചത്. മാത്രമല്ല, ലോക കേരള സഭ, മലയാളം മിഷൻ, പാർട്ടിയുടെ സാംസ്കാരിക സംഘടനകൾ എന്നിവയുടെ മറവിൽ രാജേഷ് വൻതോതിൽ പണം പിരിച്ചതായി പറയുന്നു. കിഫ്ബി മസാല ബോണ്ടിലും ആഴക്കടൽ മത്സ്യബന്ധന കരാറിലും രാജേഷിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ഉന്നതങ്ങളിലെ പിടിപാടിലൂടെ ചില കൊടുക്കൽ വാങ്ങലുകൾ രാജേഷിലൂടെ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ രാജേഷ് ഗോവിന്ദൻ്റെയും തോമസ് ഐസക്കിൻ്റെയും ശ്രീരാമകൃഷ്ണൻ്റെയും P ശശിയുടെയും റഹീമിൻ്റെയും ഒക്കെ പെറ്റായി മാറിയത്. സാമ്പത്തിക നേട്ടമില്ലാതെ വെറും സൗഹൃദത്തിലൂന്നിയുള്ള ഇടപാട് മാത്രമായി ഇതിനെ കാണാനാവാത്തതിനാൽ ഷർഷാദിൻ്റെ കത്തിലെ ഉള്ളടക്കം നിസ്സാരവൽക്കരിക്കാനാകുമോ? ശ്രീ അനിൽ, ഇത്തരം കത്തുകളെ ഒരുപക്ഷെ പൊതുവെ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ദൃശ്യ മാധ്യമങ്ങളും ദൃശ്യ മാധ്യമങ്ങളും എല്ലാം അത്രയേറെ ഗൗരവത്തിൽ എടുക്കാറില്ല, നമുക്കറിയാം. പക്ഷെ ഈ കത്ത് ഒരു ഇദ്ദേഹത്തിന്റെ തന്നെ, കൃഷ്ണയുടെ തന്നെ, രാജേഷിന്റെ തന്നെ ഒരു ഡിഫമേഷണറി കേസിന്റെ ഭാഗമായി ഹൈക്കോടതിയിലെത്തുന്നു, ഡൽഹി ഹൈക്കോടതിയിലെത്തുന്നു. അങ്ങനെയാണ് ഇപ്പോൾ വീണ്ടും പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് നേരത്തെയും ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ മറ്റു ഭാഗങ്ങളെക്കുറിച്ച്, താങ്കൾ പറഞ്ഞ സിനിമയുടെ ഭാഗത്തെക്കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബ കോടതിയിലെ കേസുകളെ സംബന്ധിച്ചും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ കത്ത് അത് ഒരു ഡോക്യുമെന്റായി അല്ലെങ്കിൽ ഒരു തെളിവായി തന്നെ ഇതിലെ പറയുന്ന രണ്ടാമത്തെ ആള്, ഇപ്പോൾ നമ്മളെല്ലാം പറയുന്ന ഒരു അവതാരമെന്നോ അല്ലെങ്കിൽ CPM-ന്റെ നേതാക്കളുടെ എല്ലാം ഇഷ്ടത്തോഴനെന്നോ വിളിക്കുന്ന ഒരാൾ തന്നെ ഈ കത്ത് ഒരു ഡോക്യുമെന്ററി എവിഡൻസ് ആയി കൊടുത്തപ്പോഴാണ് ഈ കത്തിന് മറ്റ് ചില മാനങ്ങൾ എത്തിയിട്ടുള്ളത്. ഇത് ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ കത്തിൽ പറയുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ ഇന്ന് നമ്മൾ ഈ സംസ്ഥാന ഗവൺമെന്റിനെതിരെയും പാർട്ടിയുടെ ഒന്നാം CPM പിണറായി സർക്കാരിലെ പല പ്രധാനപ്പെട്ട മന്ത്രിമാർക്കെതിരെയും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതിശക്തമാണ്. ഇവർ തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായി തെളിയിക്കുവാൻ, വളരെ ശക്തവും വളരെ ഗാഢവും എന്ന് തെളിയിക്കുവാൻ പോകുന്നതാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഇവിടെ ആരും എതിർക്കാത്ത ഒരു കാര്യം, ഈ ഷർഷാദിന്റെ, ഈ വ്യവസായിയുടെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു പ്രശ്നം, പേഴ്സണൽ ഒരു ലോണിന്റെ ഇഷ്യൂ ഫെഡറൽ ബാങ്കിൽ, എറണാകുളത്തെ ഫെഡറൽ ബാങ്കുമായിട്ട് ഉണ്ടാകുന്നു. നോക്കൂ, ഒരു വ്യക്തിയുടെ CPM-വുമായോ അല്ലെങ്കിൽ മറ്റ് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പേഴ്സണൽ ഇഷ്യൂ, അത് ഇടപെടാൻ വേണ്ടി സംസ്ഥാനത്തെ ധനമന്ത്രി നേരിട്ട് ബാങ്ക് ചെയർമാനെയും അതിന്റെ MD-യെയും വിളിക്കുന്നു എങ്കിൽ എത്രത്തോളം ശക്തമായിരിക്കും ഈ പറയുന്ന രാജേഷ് കൃഷ്ണയുടെയും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെയും ബന്ധം എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ.
അപ്പോ ഇത്തരം ബന്ധങ്ങളിലെ ഒരു ഉദാഹരണം മാത്രം പറയുന്നത്. ആ കത്തിന് ധാരാളം അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫിഷറീസ് മിനിസ്ട്രിയിലെയും അതുപോലെ തന്നെ പല മിനിസ്ട്രിയിലെയും ബന്ധങ്ങൾ, രാമകൃഷ്ണനായിട്ടുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം പറയുന്നുണ്ട്. ഞാൻ ഒരു പ്രധാനപ്പെട്ട ഫിനാൻസ് മിനിസ്ട്രിയുമായിട്ട് ഈ പറയുന്ന എല്ലാ ആളുകൾക്കും ഉള്ള ബന്ധം അത് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. ആ ബന്ധം അന്വേഷിച്ചാൽ മനസ്സിലാകും എന്തൊക്കെ രാഷ്ട്രീയ സാമ്പത്തിക ഇടപെടലുകളാണ് ഇവർ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ എനിക്കറിയാവുന്ന ധാരാളം CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട്, പല ബാങ്കുകൾ പ്രശ്നമുണ്ട്, പലരും വളരെ ബുദ്ധിമുട്ടിലാണ്, എല്ലാവരും അഴിമതിക്കാരൊന്നുമല്ല. പക്ഷെ അതൊന്നും ആ കാലത്ത് ഇടപെടാതെ ഈ വ്യക്തിയുടെ മാത്രം സാമ്പത്തിക ഇടപാടിൽ അദ്ദേഹത്തെ രക്ഷിക്കുവാനായിട്ട്, അത് ഒരു കേരള ഗവൺമെന്റ് സ്ഥാപനമൊന്നുമല്ല, ഫെഡറൽ ബാങ്ക് പോലെയുള്ള ഒരു ബാങ്കിനെ നിർബന്ധിച്ച് ശക്തിയായി ഇടപെട്ടുകൊണ്ട് ആ ബാങ്കിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു എന്ന് ഈ കത്തിൽ പറയുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഈ കത്തിൽ പറയുന്ന പല കാര്യങ്ങൾക്കും അതിന് സാമ്പത്തികമായ ഇടപെടലിന്റെ തെളിവുകളുണ്ട്, അതിന് കൃത്യമായ ഒരു രാഷ്ട്രീയ പരമായ രീതികളുണ്ട്. CPM-ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത രീതിയിലുള്ള പല തെളിവുകളും ഈ കത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതുപോലെ തന്നെയാണ് ഇപ്പോ അദ്ദേഹം പറയുന്ന ചെന്നൈ ബേസ്ഡ് സെക്യൂരിറ്റി സർവീസിന്റെ കാര്യം. നോക്കൂ, അതിന്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം ഒരു 99% ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ബാക്കിയുള്ള ചില കാര്യങ്ങൾ എനിക്ക് തെളിവ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നോക്കൂ, അത്തരം ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ മിനിമം ചെയ്യേണ്ട കാര്യങ്ങൾ, അതിന്റെ പുറകിൽ എത്രത്തോളം ഒരു സെക്യൂരിറ്റി ഏജൻസീസ് അല്ലെങ്കിൽ ഒരു വിദേശ സെക്യൂരിറ്റി ഏജൻസീസ് ഇവിടെ തമിഴ്നാട്ടിൽ വന്ന് തുടങ്ങുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാര്യ പിതാവ് അതിന്റെ ഷെയർ പാർട്ണർ ആകുന്നു. അയാൾക്ക് എന്ത് എക്സ്പീരിയൻസ് ആണുള്ളത്? അന്ന് തന്നെ ഏതാണ്ട് 70 വയസ്സോളമുള്ള റിട്ടയർഡ് ഒരു റെയിൽവേ ഓഫീസർ, ഒരു സാധാരണ റെയിൽവേ ഓഫീസർ, അയാൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്? ഇദ്ദേഹത്തിനും സെക്യൂരിറ്റി ബിസിനസ്സുമായിട്ട് യാതൊരു എക്സ്പീരിയൻസും ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ബയോഡാറ്റ വായിക്കുമ്പോൾ മനസ്സിലാവും അദ്ദേഹം ജേർണലിസ്റ്റോ അല്ലെങ്കിൽ മറ്റെന്തൊക്കെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ലണ്ടനിലെ ഒരു പ്രധാനപ്പെട്ട സെക്യൂരിറ്റി ഏജൻസി കമ്പനി വന്നിട്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കുന്നു, കോടിക്കണക്കിന് രൂപ മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്നു, എന്നിട്ട് വിദേശ ഇൻവെസ്റ്റ്മെന്റ് നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സ്ഥാപനം അവിടെ തുടങ്ങുകയും, സ്ഥാപനം തുടങ്ങുക മാത്രമല്ല കേട്ടോ, അദ്ദേഹം ആരോപിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ റഹ്മാനിന്റെ ഇതിന്റെ സ്റ്റുഡിയോന്റെ സെക്യൂരിറ്റി ഏജൻസീസ് വർക്ക് കിട്ടുന്നു, അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യ ക്രിക്കറ്റിന്റെ മാച്ചിന്റെ സെക്യൂരിറ്റി സർവീസ് കിട്ടുന്നു. ഇത്തരത്തിലുള്ള വലിയ വലിയ സെക്യൂരിറ്റി സർവീസുകൾ അവർക്ക് കിട്ടുന്നു, അത്തരത്തിലുള്ള വലിയ ബിസിനസ് ചെയ്യുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ സ്ഥാപനത്തിന് വഴിവിട്ട ചില തീരുമാനങ്ങളും സപ്പോർട്ടും ഉണ്ടായിട്ടുണ്ട്. അത് DMK ഗവൺമെന്റിന്റെ അടുത്ത് നിന്നാണോ അല്ലെങ്കിൽ കേരള ഗവൺമെന്റിന്റെ അടുത്താണോ എന്ന് അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുന്നു, ആ സ്ഥാപനത്തിന് ഒരു നിലവിൽ ഒരു തുടക്ക സ്ഥാപനത്തിനേക്കാൾ അധികം വലിയ രീതിയിലുള്ള പിന്തുണ, രാഷ്ട്രീയ പിന്തുണ അല്ലാതെ ഇത്തരം ഒരു സ്ഥാപനത്തിന് ഈ പിന്തുണ കിട്ടില്ല, വലിയ ബിസിനസ് കിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതല്ലെങ്കിൽ അത്ര വലിയ ഇംഗ്ലണ്ടിലെ സ്ഥാപനമായിരിക്കാം. ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ സ്ഥാപനത്തിന് പോലും ഇത്തരം വലിയ ഒരു എക്സ്പീരിയൻസോ ഒന്നുമില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിന് വഴിവിട്ട രീതിയിൽ രാഷ്ട്രീയ പിന്തുണ ലഭിച്ചിട്ടുണ്ട്. അത് DMK നിന്നാണോ CPM നിന്നാണോ എന്ന് പറയേണ്ടത് CPM-ന്റെ സംസ്ഥാന നേതാക്കളാണ്. അല്ലെങ്കിൽ ഞങ്ങളൊന്നും പിന്തുണച്ചിട്ടില്ല, അതിനെന്തുകൊണ്ട് കിട്ടി? ഒരു റെയിൽവേയുടെ ഒരു സാധാരണ ഒരു റിട്ടയർഡ് ഓഫീസർ, ഒരു വളരെ ലോ റാങ്കിലുള്ള ഓഫീസർ, അദ്ദേഹം തുടങ്ങുന്ന ഒരു സെക്യൂരിറ്റി ഏജൻസിക്ക് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതിലും കാര്യമായ തെറ്റുകളുണ്ട്. ഇനി നോക്കൂ, ഇനിയാണ് അതിനേക്കാൾ അപകടകരമായ രീതിയിൽ ഇന്ത്യയുടെ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് വിദേശത്തുനിന്ന് ഫണ്ട് വരുന്നു എന്ന് മാത്രമല്ല, അത് ഇന്ത്യയിലെ ഫെമയെയും അതുപോലെ തന്നെ സെക്യൂരിറ്റി ആക്ടിനെയും അതേപോലെ തന്നെ ഇന്റർനാഷണൽ ഏജൻസികളെ എല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഫണ്ട് വരുന്നു. അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ, DIG തന്നെ അത് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഉത്തരവിടുന്നു. അപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ ഡീറെഗുലേഷൻ നടന്നിട്ടുണ്ട്, ഫ്രോഡ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ കുറ്റത്തിലെ പിതാവിനെ വെച്ചുകൊണ്ട് മറയായി ഒരു ഫ്രോഡ് കാണിച്ച ഒരാളാണ് ഈ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു സംഘടനയിലേക്ക്, അതിന്റെ CCയിലേക്ക് വന്ന ആള്, അല്ലെങ്കിൽ അതിന്റെ ലണ്ടന്റെ ഒരു പ്രതിനിധിയായി, ബ്രിട്ടന്റെ പ്രതിനിധിയായി ഈ ലോക്സഭയിലും അഖില കേരള സഭയിലും അതുപോലെ തന്നെ അവരുടെ പാർട്ടി കോൺഗ്രസിലും എത്തിയ ആള് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തിക്ക്
സംഘടനയുമായി, പ്രത്യേകിച്ച് ഭരണ സ്ഥാപനങ്ങളുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് തന്നെയാണ്. ഇതിൽ ആർക്കും തർക്കമില്ലല്ലോ. ഇത്രയേറെ ഞാൻ ദീർഘമായ കത്തിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാനത് സൂചിപ്പിക്കാത്തത് നമുക്ക് സമയ ലഭ്യത കുറവുകൊണ്ടാണ്. അപ്പോൾ ഇത്തരം ബന്ധങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഇതിന് ശേഷമാണ് മറ്റൊരു വലിയ തട്ടിപ്പിന്റെ കഥ ഈ കത്തിൽ പറയുന്നത്. ശുചിത്വ സാഗരം എന്ന ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട്, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ പ്ലാനിങ്ങുകൾ നടക്കുന്നു. ഈ പദ്ധതി ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പദ്ധതി കേൾക്കുന്നത്. ഇതിനെക്കുറിച്ച് വിദേശ ഏജൻസികളെ കുറിച്ചൊക്കെ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ടാക്കുന്നു. അതിൽ ബ്രിട്ടീഷുകാരനായ ഒരാളും മറ്റ് കുറെ ആളുകളും ചേർന്നിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള വലിയ പത്രസമ്മേളനങ്ങളും കാര്യങ്ങളും നടത്തുന്നു എന്നാണ് ഈ കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ പേരിലും വലിയ ഫണ്ട് പിരിച്ചെടുക്കുന്നു. ഇതിനെക്കുറിച്ച് ഒന്നും നടക്കുന്നില്ല. നമുക്കറിയാം അങ്ങനത്തെ ഒരു പദ്ധതി നടന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു പദ്ധതി നടന്നെങ്കിൽ സംസ്ഥാന ഗവൺമെന്റോ അന്നത്തെ ഫിഷറീസ് മന്ത്രിയോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോ കൃത്യമായിട്ട് നമ്മളോട് പറയണമല്ലോ, ഇങ്ങനെ ഒരു പദ്ധതി നടന്നിട്ടുണ്ട്, ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് ബ്രിട്ടനിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന് ഇത്ര രൂപ വന്നിട്ടുണ്ട്, ഇതാണ് ഇവിടെ എല്ലാം നടന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ അവർ പറയണം, ഇങ്ങനെ ഒരു പദ്ധതിയെ നടന്നിട്ടില്ല, ഈ പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അറിയില്ല, ഇതിനെക്കുറിച്ച് ഇയാൾ ചെയ്ത പ്രസ്താവനകളും പത്രസമ്മേളനങ്ങളും എല്ലാം തികച്ചും രാഷ്ട്രീയ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് വിരുദ്ധമായിരുന്നു, ഈ കക്ഷിയെക്കുറിച്ച് ഞങ്ങൾ നടപടിയെടുക്കും എന്നെങ്കിലും പറയണ്ടേ? അപ്പൊ ഇത് രണ്ടും പറയുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു പദ്ധതി ഉണ്ടായിരുന്നോ ഇല്ലയോ, ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് വിദേശത്ത് നിന്ന് ഫണ്ട് വന്നോ, ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് മുതൽ മുടക്കിയത് ആരൊക്കെയാണ്, ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇവരെ ഏൽപ്പിച്ചത് അല്ലെങ്കിൽ ഏൽപ്പിക്കാഞ്ഞത്, ഇതിനെക്കുറിച്ച് ടെൻഡർ വന്നിട്ട് ഇതിന്റെ സ്ഥിതി എന്തായി, ഏൽപ്പിച്ചിട്ടാണോ ഈ ഫണ്ട് വന്നത്, എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രസ് കവറേജും ബാക്കി കാര്യങ്ങളും സംസ്ഥാന സർക്കാരും കൈരളി ടി വി അടക്കമുള്ള എല്ലാവരും ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നടന്നിരുന്നു. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഒരു പദ്ധതിയെ വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നിരുന്നു, അതിന് ശ്രമം നടന്നിരുന്നു, അതിന് വിദേശിയായ ഒരു മാത്യു അടക്കമുള്ള മറ്റ് പലരും ഇതിന്റെ കൂടെ നടന്നിരുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്തെ ഈ കത്തിൽ സൂചിപ്പിക്കുന്ന പല നേതാക്കളുമായും എം പിമാരുമായും മുൻ മന്ത്രിമാരുമായും ഇദ്ദേഹത്തിന് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിന്റെ പേരിൽ പല രീതിയിലുള്ള ബിസിനസ് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. ആ തട്ടിപ്പുകളുടെ ഭാഗമായി ലോക കേരള സഭയിലേക്ക് വന്ന പലരുടെ കയ്യിൽ നിന്നും സിനിമയ്ക്കായിട്ട് ഈ ചെന്നൈയിൽ തുടങ്ങിയിട്ടുള്ള സെക്യൂരിറ്റീസ് ഏജൻസിയുടെ ഭാഗമായിട്ട്, അതുപോലെ തന്നെ ശുചിത്വ സാഗരം പദ്ധതിയുടെ ഭാഗമായിട്ട്, പിന്നെ അറിയപ്പെടാത്ത മറ്റു ദീർഘമായ കുറെ കാര്യങ്ങൾ ഇതിൽ വിവരിക്കുന്നുണ്ട്. ഞാൻ അതിലൊന്നും എനിക്ക് കൃത്യമായ തെളിവുകൾ കിട്ടാത്തതുകൊണ്ട് നോക്കൂ, ഈ ഇത്തരം തട്ടിപ്പുകാർ അവര് ഈ VIPസിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോകൾ അതൊക്കെ കാണിച്ചാണല്ലോ, എനിക്ക് അവരുമായിട്ടൊക്കെ ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞാണല്ലോ തട്ടിപ്പ് നടത്തുന്നത്. സ്വാഭാവികമായി ഭരണകൂടത്തിൽ നല്ല സ്വാധീനമുള്ള ഒരാളാണ് എന്ന് തെളിയിക്കാൻ ഈ ഫോട്ടോഗ്രാഫുകൾ ഉപകരിക്കും. ഇപ്പോൾ നോക്കൂ, കിഫ്ബിയുടെ മസാല ബോണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ UK പോയ സമയത്ത് അദ്ദേഹത്തോടൊപ്പം, അതുപോലെ അന്നത്തെ ധനകാര്യമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിനൊപ്പം ഈ രാജേഷ് കൃഷ്ണ നിൽക്കുന്നുണ്ട്. അതുപോലെ ഈ നമ്മുടെ മേഴ്സിക്കുട്ടിയമ്മ, അവർ പ്രതിസ്ഥാനത്ത് വന്ന ആഴക്കടൽ മത്സ്യബന്ധന ആ വിവാദത്തിലും ഈ രാജേഷ് കൃഷ്ണയുടെ ഇടപെടലുകൾ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായി ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന ഒരു വ്യക്തിയാണ് എന്ന് അന്തരീക്ഷത്തിൽ കഥകളുണ്ട് കേട്ടോ. നേരത്തെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇത്തരം സാന്നിധ്യങ്ങളുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വന്നിരുന്നു. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് പരാതി കിട്ടിയ സമയത്ത് രാജേഷ് കൃഷ്ണയെ ഒരു പാർട്ടിയുടെ പരിപാടിയിലും അടുപ്പിക്കാതെ വന്നു. കോടിയേരി ബാലകൃഷ്ണനും ഇപ്പോഴത്തെ CPM പോളിറ്റ് ബ്യൂറോ അംഗം അശോക് ധാവളയും രാജേഷിലെ തട്ടിപ്പുകാരനെ തിരിച്ചറിഞ്ഞു. പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയായി പങ്കെടുക്കാൻ അയാൾക്ക് പറ്റാതിരുന്നത് ആ ഒരു കാരണം കൊണ്ടാണല്ലോ. എന്നിട്ടും മറ്റ് നേതാക്കൾ എന്തുകൊണ്ട് രാജേഷുമായുള്ള ഇടപാടുകൾ അവസാനിപ്പിച്ചില്ല? നേരത്തെ പറഞ്ഞ സാമ്പത്തിക നേട്ടം തന്നെയാവില്ലേ ഇയാളുമായുള്ള ബന്ധം അനുസ്യൂതം തുടരാൻ പ്രേരകമായത്? ഒരു സംശയമില്ല അനിൽ നമ്പ്യാർ, ഒരു സംശയവുമില്ല. ഇത്തരം തട്ടിപ്പുകൾക്ക് പുറകിൽ കണ്ണടച്ചത് അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ അടക്കം ആളുകൾക്ക് സംശയമോ വൃത്തിയായ ധാരണയോ ഇദ്ദേഹത്തെ കുറിച്ച് ഉണ്ടായിരുന്നിട്ടും അതിനുശേഷം വന്ന സെക്രട്ടറി ശ്രീ ഗോവിന്ദനും അതുപോലെ തന്നെയുള്ള ആളുകളും ഇദ്ദേഹത്തെ വീണ്ടും സമീപിക്കുകയോ ഇദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള താവളങ്ങൾ ഒരുക്കുകയോ ചെയ്തത്
തീർച്ചയായിട്ടും സാമ്പത്തിക തട്ടിപ്പിൽ ഇവർക്കെല്ലാം പങ്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയിക്കുന്ന രീതിയിൽ തന്നെയാണ്, ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ സംസ്ഥാനത്തെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പിണറായി വിജയനും അതുപോലെ തന്നെ സഖാവ് പിണറായി വിജയനും അതുപോലെ തന്നെ ശ്രീ ഗോവിന്ദനും അവര് രണ്ടുപേരുമാണ് കൃത്യമായിട്ട് മറുപടി പറയേണ്ടത്. എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള സ്പേസ് കിട്ടി? അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു മന്ത്രിമാരും ഇതിൽ കുറ്റവാളികളല്ല. ഈ പറയുന്ന എവിഡൻസ് ഇപ്പൊ ഇന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള പല സെക്യൂരിറ്റി ആക്ട്സ് പ്രകാരമുള്ള പ്രശ്നങ്ങളില്, അതുപോലെ തന്നെ ഈ ശുചിത്വ സ്വാഗതം പ്രശ്നങ്ങളില്, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ വന്ന പ്രശ്നങ്ങളില്, പിന്നെ അനിൽ നമ്പെ സൂചിപ്പിച്ചു, ഞാനത് പിന്നീട് പറയാൻ വെച്ചേക്കായിരുന്നു, ഈ മസാല ബോണ്ടിന്റെ പ്രശ്നത്തിൽ ഒന്നും ഇത്തരത്തിലുള്ള ടെക്നിക്കൽ അഡ്വൈസ് നൽകുവാൻ പ്രാപ്തനല്ലാത്ത, ക്വാളിഫൈഡ് അല്ലാത്ത ഒരാളിന്റെ പ്രസൻസ്, അതല്ലെങ്കിൽ അയാൾ വെറും പാർട്ടി മെമ്പർ എന്ന രീതിയിൽ, ബ്രിട്ടനിലൊക്കെ എന്ത് പാർട്ടി പ്രവർത്തനമാണ് നടക്കുന്നത് എനിക്കറിയില്ല, അവിടെ എന്തെങ്കിലും വിപ്ലവം ഇവർ പ്ലാൻ ചെയ്തോ, ഇനിയിപ്പോ പണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളും വീര സവർക്കർക്ക് അവിടെ ചെയ്ത പോലെ എന്തെങ്കിലും വലിയ ത്യാഗോജ്ജലമായ സേവന പ്രവർത്തനം ഇവർ ചെയ്തോ എന്ന് എനിക്കറിയില്ല. അത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് വന്ന് പറയുവാനുള്ള മാന്യത, ഒരു നിശബ്ദത വിട്ട് അത് സൂചിപ്പിക്കാനുള്ള മാന്യത, അത് സംസ്ഥാന സർക്കാർ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ CPM കാണിക്കുന്നില്ല എന്നിടത്താണ് ഇവർക്ക് പലതും ഒളിക്കാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ BJP വിശ്വസിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ സംസ്ഥാനത്ത് ഇത് മാത്രമല്ല, ഇതിൽ പറയുന്നുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ദീർഘമായ രീതിയിലുള്ള പഠനം ആവശ്യമാണ്. അത് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ ഇവർ തമ്മിലുള്ള കുടുംബ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല ഇദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അവർ തമ്മിൽ കുടുംബ പ്രശ്നം ഉണ്ടാകും, അത് പലതും ഉണ്ടാകാം. പക്ഷെ അതിനപ്പുറം ഈ സംസ്ഥാനത്തെ MP-മാരും മുൻ മന്ത്രിമാരും ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറിയും അടക്കം ഈ സംസ്ഥാന ഖജനാവിനെ തെറ്റിദ്ധരിപ്പിക്കുകയോ അല്ലെങ്കിൽ കബളിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് ഇവിടെ പണം ഇൻവെസ്റ്റ് ചെയ്യാനെന്നുള്ള വ്യാജേന പല ആളുകളെ, ഇപ്പൊ അതിനെക്കുറിച്ച് ഞാൻ മാധ്യമങ്ങൾ ഇനി കൂടുതൽ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഇതിലെ ഹണി ട്രാപ്പിനെ കുറിച്ചൊക്കെ കഥ പറയുന്നുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ വിവരമില്ലാത്തത് കൊണ്ടാണ് ഞാനത് പറയാത്തത്. പക്ഷെ വരും നാളുകളിൽ എങ്ങനെയാണ് ഈ ഹണി ട്രാപ്പിലൂടെ എല്ലാം പല NRI ബിസിനസ്സുകാർക്കും പണം പോയതെന്ന് പുറത്തേക്ക് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വരാത്തവരെ ഞാൻ ഇത് പറയുന്നില്ല. പക്ഷെ അതെല്ലാം സൂചിപ്പിച്ചിട്ടും എന്തുകൊണ്ട് ഇതെല്ലാം തെറ്റാണെങ്കിൽ ഇയാൾക്കെതിരെ നടപടി എടുക്കുന്നില്ല? സംസ്ഥാനത്തെ പോലീസ് പിണറായി വിജയന്റെ കയ്യിലല്ലേ? അല്ലെങ്കിൽ ശ്രീ ഗോവിന്ദനെ പറയാമല്ലോ, ഇതെല്ലാം തെറ്റായ കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അടക്കമുള്ള ധാരാളം സ്ത്രീകളെ ഇദ്ദേഹം തെറ്റായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇതിൽ വലിയ ഒരു രാഷ്ട്രീയ മാന്യത പോട്ടെ, സ്ത്രീ വിരുദ്ധതയുണ്ട്. അതുകൊണ്ട് ഇയാളെ പിറ്റേ ദിവസം അറസ്റ്റ് ചെയ്യണ്ടേ? വർഷങ്ങൾ പലതും കഴിഞ്ഞല്ലോ ഇദ്ദേഹത്തിന്റെ കത്ത് പുറത്തേക്ക് വന്നിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നടപടി പോലും സംസ്ഥാന സർക്കാർ എടുക്കാൻ ഭയക്കുന്നത് ഇതിൽ ഈ ഹണി ട്രാപ്പ് അടക്കമുള്ള ഈ ഇദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ കുറഞ്ഞ പക്ഷം ജനങ്ങൾക്ക് മനസ്സിലാകുന്നത്, കുറഞ്ഞ പക്ഷം ചെറുതായ സത്യമെങ്കിലും ഉണ്ട്. ഇദ്ദേഹം പറയുന്നതിൽ, ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആരോപണങ്ങളെ ഇവർ ഭയക്കുന്നു എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഇവർ വന്ന് പത്രസമ്മേളനം നടത്തുകയും ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും വേണം. ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഇദ്ദേഹം പറഞ്ഞത് തെറ്റാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ നടപടി എടുക്കും. കാരണം വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. രാമകൃഷ്ണനെതിരെയും ബിജുവിനെതിരെയും അതുപോലെ തന്നെ ഇപ്പൊ ഗോവിന്ദനെതിരെയും ഗോവിന്ദന്റെ മകനെതിരെയും അതുപോലെ തന്നെ മുൻ ഫിനാൻസ് മിനിസ്റ്റർ അദ്ദേഹത്തിനെതിരെയും എല്ലാം വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ഉന്നയിക്കുന്ന ആൾക്കെതിരെ നടപടിയെടുക്കാൻ പോലും ഭയക്കുന്നുവെങ്കിൽ ഇവർക്കെതിരെ ശക്തമായ തെളിവുകൾ ഇതിന്റെ പുറകിലുണ്ട്. അദ്ദേഹം അത് പുറത്തേക്ക് വിടട്ടെ, ഒന്നല്ലെങ്കിൽ വിടണം. അതല്ല, തെളിവുകളില്ല, ഇത് മുഴുവൻ തെറ്റാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം. ഒരു സംശയവുമില്ല. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ സംസ്ഥാനത്തെ CPM-ന് അന്ന് നേരത്തെ ശ്രീ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ മസാല ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പലതും മറക്കാനുണ്ട്. ഒരു സംശയവുമില്ല. കേരളത്തിലോ ഇന്ത്യയിലോ അവൈലബിൾ ആയിട്ടുള്ള 8% മാക്സിമം ഇവിടുത്തെ പല ധനകാര്യ സ്ഥാപനങ്ങളും നൽകാൻ തയ്യാറായിട്ടും ഏതാണ്ട് 9.75 ഏതാണ്ട് 10% തുക നഷ്ടപ്പെടുത്തിക്കൊണ്ട് പെർ ഇയർ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക തകർച്ച ഉണ്ടാക്കുവാൻ, കേരളത്തിന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ തകരാറിലാക്കുവാനും അടിമപ്പെടുത്തുവാനും വേണ്ടിയിട്ട് ഈ മസാല ബോണ്ട് മേടിച്ചതിലടക്കം ഈ വ്യക്തികളുടെ ഇടപെടലുകൾ ഉണ്ട്. ഫണ്ട് അത്തരത്തിലാണ് ട്രാൻസ്ഫർ ചെയ്തത്. സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും, ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും ഈ സംസ്ഥാനത്തെ CPM നൽകിയ കണക്കുകൾ അതുവരെ തെറ്റാണ്. ഞാൻ മനസ്സിലാക്കുന്നത് DMK നൽകിയ 25 കോടി മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്ന് വലിയ രീതിയിൽ ഈ സെക്യൂരിറ്റി കമ്പനി പ്രകാരം ഇംഗ്ലണ്ടിൽ നിന്നുള്ള കള്ളപ്പണം ഒടുങ്ങിയിരിക്കുന്നു. ഈ മസാല ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട പണമായിരിക്കാം അത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇത്രയേറെ ഇവർ സംരക്ഷിക്കുന്നത് എന്ന് ഞാൻ ഭയക്കുന്നു. അഡ്വക്കേറ്റ് വസന്ത്, CPM-നകത്തെ തൊഴുത്തിൽ കുത്ത് അന്തഛിദ്രങ്ങൾ അതാണോ ഇപ്പോൾ ഒരു
കത്തിൻ്റെ രൂപത്തിൽ പുറത്ത് വന്നിരിക്കുന്നത്. നോക്കൂ, ഈ രാജേഷ് കൃഷ്ണ തിരുവനന്തപുരത്ത് പാർട്ടി ചാനലിലെ ഒരു ജീവനക്കാരൻ ആയിരുന്നു. റിപ്പോർട്ടറാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. 2016 UK ഈ ബെറ്റ് സ്പേസ് ഷെയർ ചെയ്ത രാജേഷ് കൃഷ്ണ പെട്ടെന്ന് ധനികനാകുന്നു. മാത്രമല്ല ഉന്നതങ്ങളിലുള്ളവരുമായിട്ടുള്ള ബന്ധം. ഏത് CPM നേതാവ് അതുപോലെ മന്ത്രി UK സന്ദർശിച്ചാലും രാജേഷ് കൃഷ്ണയാണ് അവരെ സ്വീകരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും UK പോയപ്പോൾ താമസിച്ചത് രാജേഷ് കൃഷ്ണയുടെ വീട്ടിലാണ്. അത്രമാത്രം പിടിപാടുള്ള ഒരു കക്ഷിയായി രാജേഷ് കൃഷ്ണ മാറണമെങ്കിൽ എന്തായാലും സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെ ഉറപ്പിക്കാമല്ലോ. മന്ത്രിമാരുടെയും അതുപോലെ പാർട്ടി നേതാക്കന്മാരുടെയും ബിനാമി തന്നെയാണ് രാജേഷ് കൃഷ്ണ എന്ന് പറയുന്നത് അതിശയോക്തപരമാവോ? ഒരിക്കലുമില്ല എന്ന് മാത്രമല്ല, ഒന്നാം പിണറായി ഗവൺമെന്റ് ആരംഭിക്കുന്ന സമയത്ത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസിനോട് നടത്തുന്ന ഒരു പ്രസംഗത്തിൽ സഹാവ് പിണറായി വിജയൻ പറഞ്ഞത്, ഇനി അവതാരങ്ങളെ സൂക്ഷിക്കണം, എന്റെ പേരിൽ ഏത് അവതാരം വന്നാലും അത് അന്ത്യപ്രവാചകനായി കൂട്ടണ്ട, അത് അന്ത്യക്രിസ്തുവാണ്, അതുകൊണ്ട് തല്ലി ഓടിക്കണം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഒന്നും രണ്ടും പിണറായി ഗവൺമെന്റുകളുടെ കാര്യത്തിൽ എന്താണ് നമ്മൾ കാണുന്നത്? അവതാരങ്ങളുടെ അഞ്ചെട്ട് കളിയാണ്. ഇപ്പൊ രാജേഷ് കൃഷ്ണ വരെ എത്തി നിൽക്കുന്ന അവതാരങ്ങളുടെ ഒരു അഞ്ചെട്ട് കളി നോക്കൂ. CPM-മായി സംബന്ധിച്ച് ഇപ്പോ നേരത്തെ BJP വക്താവ് പ്രിയപ്പെട്ട ശിവശങ്കർ പറഞ്ഞതുപോലെ മസാല ബോണ്ടിൽ വലിയ അഴിമതി ഉണ്ട്. എന്താണ് മസാല ബോണ്ട്? ആദ്യം ഇവർ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിക്കാൻ പോയി. കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ, ഒന്നാമത്തെ മണിയടിയിൽ ആരും വന്നില്ല, അത് സബ്സ്ക്രൈബ് ചെയ്യാൻ ആളുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ തവണ ഇവർ പോയി മണിയടിക്കുന്നു. രണ്ടാമത്തെ തവണ മണിയടിക്കുമ്പോൾ ഇവർ പ്രീ ഡിറ്റർമൈൻ ചെയ്ത് ഇവർ നേരത്തെ പറഞ്ഞു വെച്ച ലാബിലിൻ സബ്സ്ക്രൈബ് ചെയ്യുന്നു. ലാബിലിൻ പറയുന്നു, ഞങ്ങൾ ഇത് എടുത്തേക്കാം, ഞങ്ങൾ പണം നൽകാം. ഏതാണ് ലാബിലിൻ എന്ന് അങ്ങേക്ക് അറിയാമല്ലോ അല്ലെ? ലോക ചരിത്രത്തിൽ പദ്ധതി വിഹിതത്തിന്റെ 100% ഫണ്ടും അടിച്ചു മാറ്റി എന്നൊരു അഴിമതി ആരോപണം വേറെ ഒരു കേസിലുമില്ല. 100% അടിച്ചു മാറ്റി എന്നാണ് ലോക ചരിത്രത്തിലെ ഒരു ഭരണാധിപന്റെ കാലത്തും അങ്ങനെ ഒരു അഴിമതി ആരോപണമില്ല. അത് കേരളത്തിന് അവകാശപ്പെട്ടതാണ്. അത് നമ്പർ 1 കേരളയുടെ ഭാഗമാണ്. അതിൽ നടത്തിയിരിക്കുന്നത് പിണറായി വിജയനാണ്. ആ ലാബിലിൻ ഈ പണം കൊടുക്കാമെന്ന് വെക്കുന്നു. അങ്ങനെ 9.7% ഇവർ പണം എടുക്കുന്നു. അത് ആര്? സാമ്പത്തിക ശാസ്ത്രജ്ഞനായ, സാമ്പത്തിക വിഷയങ്ങളിൽ വലിയ അവധാനതയുള്ള ഡോക്ടർ തോമസ് ഐസക് അടക്കമുള്ളവർ ആ പണം എടുക്കുന്നു. അങ്ങനെ 9.7 ആ പണം കൈപ്പറ്റിക്കൊണ്ട് അവർ കൊണ്ടുവന്ന് കേരളത്തിൽ വലിയ വികസനം നടത്താൻ പോകുന്നു എന്നാണ് നമ്മളെ പറഞ്ഞു പറ്റിച്ചത്. എന്നാൽ എന്താണ് ഉണ്ടായെന്ന് അറിയാമോ? കേരള ബാങ്ക് അടക്കമുള്ളിടത്ത് കൊണ്ടുവന്ന് 6.3 ഇവർ FD ഇട്ടു ആ പണം. അതായത് ഒരുപക്ഷെ മസാല ബോണ്ടുമായി ഇവർ പോയില്ലായിരുന്നെങ്കിൽ, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണി അടിച്ചില്ലായിരുന്നെങ്കിൽ, ഈ ഒരു ഇൻട്രസ്റ്റ് ഗ്യാപ്പ് ഉണ്ടല്ലോ, അതായത് ഏതാണ്ട് 3.4% ഇൻട്രസ്റ്റ് ഗ്യാപ്പ്, കോടികൾ വരും കേട്ടോ പ്രതിവർഷത്തിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ആ ഗ്യാപ്പ് സംസ്ഥാന പൊതുഖജനാവിന് ഉണ്ടാകുമായിരുന്നില്ല. അതിന്റെ അർത്ഥം ഒരാവശ്യവും ഖജനാവിനുണ്ടായതില്ലാതിരുന്ന സമയത്തും യാതൊരുവിധ അവധാനതയുമില്ലാതെ യാതൊരുവിധ ബോധ്യവുമില്ലാതെ അവർ ഈ പണിയുമായി ഇറങ്ങി പുറപ്പെട്ടത്. ഈ ഇൻട്രസ്റ്റ് ഗ്യാപ്പിലെ കമ്മീഷൻ CPM നേതാക്കൾക്ക് കിട്ടും, കൃത്യമായി കൊടുക്കാമെന്ന് ലാബിലിൻ പറഞ്ഞത് കൊണ്ടാണ് എന്ന് നമുക്കിപ്പോ മനസ്സിലാവുകയാണ്. അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നോക്കൂ തോമസ് ഐസക്, ഞാൻ മുമ്പ് ജനത്തിന്റെ ചർച്ചയിലും ഈ എന്താണ് നമ്മൾ ബഡ്ജറ്റുമൊക്കെയായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ വരുമ്പോൾ ഈ കഥ പറഞ്ഞു. അന്ന് ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ ഓർത്തത്, ഇതാ കയറുപിരി ശാസ്ത്രത്തിലൊക്കെ വലിയ ബുദ്ധിയുള്ള വലിയ അഗ്രഗണ്യനായ, ആലപ്പുഴയിലെ ചകിരി വ്യവസായത്തിലൊക്കെ വലിയ സംഭാവന ചെയ്തിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞനായ തോമസ് ഐസക് ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങ് ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? പാർട്ടി സഖാക്കൾ ചിന്തിച്ചു കാണില്ലേ? ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് ആ മണ്ടത്തരം കാണിച്ചത്. അത് മണ്ടത്തരമല്ല, അത് കുറുക്കന്റെ ബുദ്ധിയാണ്. നോക്കൂ, ലാബിനിൽ നിന്ന് ഈ ഇൻട്രസ്റ്റ് ഗ്യാപ്പിന്റെ കമ്മീഷൻ കൈപ്പറ്റിയിട്ടുണ്ട് ഐസക് അടക്കമുള്ളവർ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവാൻ സാധിക്കുന്നത്. 2, പാർട്ടി സെക്രട്ടറി ഇന്നെന്താണ് പറഞ്ഞത്? ഇത് അസംബന്ധമാണ് എന്നാണ് പറഞ്ഞത്. ഒന്നെങ്കിൽ ഇവർ ചെയ്യേണ്ടത് ഇങ്ങനൊരു കത്ത് നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയണം, ഇല്ലെങ്കിൽ പറയേണ്ടത് സാധാരണ പറയുന്നത് പോലെ കത്ത് കിട്ടി, ആ കത്തിന്റെ തീവ്രത അന്വേഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രീമതി കമ്മീഷനെ വെച്ചു. ശ്രീമതി കമ്മീഷൻ അന്വേഷിച്ചപ്പോൾ ഈ തീവ്രത വളരെ കുറവാണ് എന്ന് കണ്ട്
ഈ കത്ത് നമ്മൾ തള്ളിക്കളഞ്ഞു എന്ന് പറയണം. അതും പറഞ്ഞില്ല. 3, രാജേഷ് കൃഷ്ണയെ അറിയില്ല എന്ന് പറയണം. ഇനി അറിയാം എന്ന് സമ്മതിച്ചാൽ ചെന്നാൽ അദ്ദേഹം ഇടയ്ക്ക് വന്ന് സെൽഫി എടുത്തു പോകുന്ന ഒരാളാണ്, ഒരു സെൽഫി പ്രാന്തനാണ് എന്ന് പറഞ്ഞ് കൈ കഴുകണ്ടേ? ഇതൊന്നും പറയാതെ ഈ വാർത്തയെ അസംബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും ക്ലോസ് ചെയ്യാൻ, പൂർണ്ണമായും തള്ളിക്കളയാൻ ഇവർ ശ്രമിക്കുന്നിടത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അനിൽ നമ്പ്യാർ, വലിയൊരു രസമുണ്ട് കേട്ടോ. ഇവർ ഈ ബിനാമി കമ്പനി, ആ ബിനാമി കമ്പനിയുടെ പേരെന്താണെന്ന് അറിയാമോ? കിങ്ഡം. എന്താണ് കിങ്ഡത്തിന്റെ മലയാള അർത്ഥം? എന്റെ അറിവിൽ അതിന്റെ അർത്ഥം സാമ്രാജ്യം എന്നുള്ളതാണ്. കിങ്ഡം അതായത് സാമ്രാജ്യത്വത്തിനെതിരെ എല്ലാ കാലത്തും പടപൊരുതുന്നു എന്ന് കവലകളിൽ മുഴുവൻ നിന്ന് പ്രഘോഷിക്കുന്ന CPM, ഞങ്ങൾ സാമ്രാജ്യത്വത്തിനെതിരാണ്, ഞങ്ങൾ വലതുപക്ഷ സാമ്രാജ്യത്വ ഭീകര ശക്തികൾക്കെതിരാണ് എന്ന് എല്ലാ കാലത്തും പത്രങ്ങളിലും പുസ്തകങ്ങളിലും എഴുതി പിടിപ്പിക്കുന്ന CPM അവരുടെ ഫണ്ട് കൊണ്ടുപോയി ഇടാൻ ഉണ്ടാക്കിയ ബിനാമി കമ്പനിയുടെ പേര് സാമ്രാജ്യത്വം എന്നാണ്, കിങ്ഡം എന്നാണ്. നാണമാവില്ല ഈ കൂട്ടർക്ക്? നമ്മളോടൊന്നും വിശദീകരിക്കണം. ഒരു മിനിറ്റ്, കത്തുമായി ബന്ധപ്പെട്ട് അനിൽ നമ്പ്യാരിനോടോ ശിവശങ്കറിനോടോ അഡ്വക്കേറ്റ് വസന്തിനോടോ ഒന്നും പറയണ്ട. പാർട്ടി മെമ്പർമാരോട് പറയണ്ടേ, നമുക്ക് ഇങ്ങനെ ഒരു കത്ത് കിട്ടിയിരുന്നു, ആ കത്ത് നമ്മൾ ഇങ്ങനെ പരിശോധിച്ചിരുന്നു, അതിൽ ഇന്ന വസ്തുതകളുണ്ട്, ഇന്ന വസ്തുത വിരുദ്ധതയുണ്ട്, അത് നമ്മൾ തള്ളിക്കളഞ്ഞു ഇല്ലെങ്കിൽ ഉൾക്കൊണ്ടു എന്ന് പറയണ്ടേ? 2021 ശേഷം എത്ര പാർട്ടി കമ്മിറ്റികൾ നടന്നു, എത്ര പാർട്ടി സമ്മേളനങ്ങൾ നടന്നു? എവിടെയെങ്കിലും ഈ കത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഈ കത്ത് ഇവർ പൂഴ്ത്തുകയാണ് ചെയ്തത്. ആ പൂഴ്ത്തിയത് സാധാരണ മറ്റേ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ അപ്പനും അപ്പന്റെ മകളും മകളുടെ മകളും ഒക്കെ ചേർന്നുള്ള ഒരു ട്രസ്റ്റായ CPM കുടുംബ വ്യവസായത്തിന്റെ കഥകൾ, പിന്നണി കഥകൾ വെളിയിൽ വരാതിരിക്കാൻ വേണ്ടി ഇവർ മറച്ചു വെച്ചു എന്നാണ് നമുക്ക് വ്യക്തമാവുന്നത്. PR ശിവശങ്കർ, ഈ പൂഴ്ത്തി വെച്ച കത്ത് എങ്ങനെയായിരിക്കും പുറത്തു വന്നിരിക്കുക? ഇപ്പം നോക്കൂ, MV ഗോവിന്ദനെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് തോന്നുന്നു, അതും മകനിലൂടെ. ശ്യാംജിത്ത്, ഇപ്പോൾ അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ്റെ 2 മക്കൾ ഇത്തരം സാമ്പത്തിക ഇടപാടുകളിൽ ഏർപ്പെട്ടതായിട്ട് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. പിന്നെ ശ്രീമതി ടീച്ചറുടെ മകൻ, അതുപോലെ EP ജയരാജൻ്റെ മകൻ, ഇവരെല്ലാം ചിത്രത്തിലുണ്ടായിരുന്നു. പക്ഷേ MV ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്ത് നമ്മളൊക്കെ കരുതുന്നത് പോലെ ഒരു നിസ്സാരക്കാരനല്ല. ശ്യാംജിത്ത് വൻ ഡീലുകളുടെ ആളാണ് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാർട്ടിക്കുള്ളിലെ വളരെ, അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവർ തന്നെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മുഖവിലക്ക് എടുക്കുകയാണെങ്കിൽ അതിഭീകരനാണ്. നമുക്ക് അറിയാമല്ലോ ഈ ഹൈ റിച്ച് തട്ടിപ്പ് കേസ് അല്ലേ? ഈ ഹൈ റിച്ച് പ്രതികളുടെ കൂടെ ഇയാൾ നിൽക്കുന്ന ഫോട്ടോസൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് MV ഗോവിന്ദൻ ഒരു യാത്ര നടത്തിയല്ലോ. ആ സമയത്ത് ഹൈ റിച്ച് കമ്പനി 8 കോടിയോ മറ്റോ കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അന്ന് അതിലൊക്കെ ഇടനിലക്കാരനായി നിന്നത് ഈ ശ്യാംജിത്താണ്. ശ്യാംജിത്ത് സിനിമാക്കാരനാണെങ്കിലും രഞ്ജിത്തിൻ്റെ അസോസിയേറ്റായിട്ടൊക്കെയാണ് പ്രവർത്തിച്ചതെങ്കിലും ഇത്തരം ഡീലുകളിലാണ് അദ്ദേഹത്തിന് താല്പര്യം എന്ന കഥ പുറത്തു വരുന്നു. അപ്പോൾ അച്ഛനെ ലക്ഷ്യമിടുന്നു, മകൻ വഴി അച്ഛനെ ലക്ഷ്യമിടുന്നു. MV ഗോവിന്ദൻ്റെ തല തന്നെയായിരിക്കുമോ ഒരുപക്ഷെ ഈ കത്ത് പുറത്ത് ആക്കിയ ആളുകളുടെ ഉദ്ദേശ്യം? അനിൽ, ഇത് അത്ര ഈസി അല്ല. CPM-ല് മിനിമം എന്റെ ബുദ്ധിക്ക് ഒരു വഴങ്ങുന്ന തരത്തിലല്ല CPM-ന്റെ ഇപ്പൊ ഈ അച്ഛൻ മകൻ രാഷ്ട്രീയവും മക്കൾ രാഷ്ട്രീയവും പോകുന്നത്. അതൊരു ഋജുരേഖയിലൊന്നുമല്ല. പലരും പല ഗ്രൂപ്പിലാണ്. ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, എല്ലാവരുടെയും മകളോ മകനോ ഇത്തരം ഡീലുകളുടെ ഭാഗമായിട്ടുണ്ട്. നേരത്തെ അഡ്വക്കേറ്റ് വസന്ത് പറഞ്ഞതുപോലെ ഇതൊരു കിങ്ഡമാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് സംശയം അല്ലെങ്കിൽ വല്ല അത്ഭുതകരമായിട്ട് ഈ വാർത്ത പറഞ്ഞതെന്ന് എനിക്കറിഞ്ഞൂടാ. ഇതൊരു സാമ്രാജ്യമാണ്. ഈ സാമ്രാജ്യത്വത്തിന്റെ അധിപന്മാരാണ് പിണറായി ആയാലും ഇപ്പൊ ഗോവിന്ദനായാലും പണ്ട് കൊടിയായിരുന്നാലും എല്ലാവരും. ഇവരുടെ മക്കൾ സാമ്രാജ്യത്വത്തിന്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് മക്കൾ രാഷ്ട്രീയം കളിക്കുന്നു എന്നേ ഉള്ളൂ. ഇതിൽ തനിക്ക് ചില സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ പിന്തുണ നഷ്ടപ്പെട്ടപ്പോൾ, പിതാവ് മരിച്ചപ്പോഴൊക്കെ പലരും പല ഫോട്ടോയും പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കറിയാം, പലരുടെ കിങ്ഡം അല്ലെങ്കിൽ അവരുടെ സാമ്രാജ്യത്വത്തിൽ നിന്ന് അവർ ബഹിഷ്കൃതരായപ്പോൾ, അവരുടെ പിതാവ് മരിച്ചപ്പോഴെല്ലാം ഇത്തരം താല്പര്യങ്ങൾ മറ്റു പല രീതിയിൽ ഇന്ന് ഭരണത്തിലിരിക്കുന്ന, അധികാരത്തിലിരിക്കുന്ന, രാഷ്ട്രീയ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളുടെ മക്കൾ കൂടുതൽ ശക്തരാവുകയും അവരിലേക്ക് വ്യവസായികളും വ്യാപാരികളും തിരിഞ്ഞപ്പോൾ
തങ്ങളുടെ പണസമ്പാദനത്തിൽ നഷ്ടം വന്നപ്പോൾ ഇവരെല്ലാം പഴയ പല ഫോട്ടോകളും ഇവരുടെ ഒരു നിയന്ത്രണത്തിലുള്ള ലോബിയെ വെച്ചിട്ട് ഇന്ന് നടക്കുന്ന പല കാര്യങ്ങളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സംശയവുമില്ല, ഇത് ഗോവിന്ദനെ ഉന്നം വെച്ചിട്ട് തന്നെയാണ്. ഇത് അദ്ദേഹത്തിനെതിരെയുള്ള ഒരു ആരോപണമാണ്. അത് ശ്രീ കോടിയേരിയുടെ ഒരു വിഭാഗമാണോ അല്ലെങ്കിൽ പി ജയരാജന്മാരുടെ ജയരാജ വൃന്ദങ്ങളുടെ ഏതെങ്കിലുമാണോ? ചില ജയരാജന്മാർക്ക് ഉത്തരവാദിത്തം പോയിട്ടുണ്ട്. അതല്ലെങ്കിൽ ശശിക്കെതിരെയും ഒരു ആരോപണമുണ്ട്, അതുകൊണ്ട് പി ശശിക്കെതിരെയുമാകാം. അതുകൊണ്ട് CPM-ലെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയമായ ചില ചേരിതിരിവ് അവരുടെ മക്കൾ ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ കിങ്ഡം സെക്യൂരിറ്റിയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 75 വയസ്സുള്ള അച്യുതൻ നായരാണ് ഇതിന്റെ ഒരു പാർട്ണർ. അപ്പൊ എന്തെങ്കിലും കേസ് വന്നാല് ഇതിനെക്കുറിച്ച് അന്വേഷണം വന്നാൽ ആ പാവം പിതാവിനെ അകത്തേക്ക് ഇട്ടുകൊണ്ട് തള്ളിയിട്ടുകൊണ്ട് രക്ഷപ്പെടാനുള്ള ഭാര്യ പിതാവിനെ കൂടി തള്ളിയിട്ടുകൊണ്ട് രക്ഷപ്പെടാനുള്ള അതിബുദ്ധി കൂടിയുണ്ട്. ഈ മനുഷ്യനെയാണ് ഇത്തരം കോടികളുടെ തട്ടിപ്പിന് മുന്നിൽ നിർത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇപ്പോ ഏത് കോടതി പോയാലും ഒരുപക്ഷെ ജാമ്യം കിട്ടും. 75 വയസ്സുണ്ട്, ആരോഗ്യ പ്രശ്നമൊക്കെ പറഞ്ഞ് ജാമ്യം കിട്ടും എന്നുള്ള ഉദ്ദേശമായിരിക്കാം. അപ്പൊ ഇത്തരത്തില് ഭാര്യ പിതാവിനെയും സ്വന്തം പിതാവിനെയും ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത, ട്രാക്ക് റെക്കോർഡ് ഇല്ലാത്ത, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകളെയെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ട് രാഷ്ട്രീയമായ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നതിന് വലിയ പ്ലാനിങ് ആവശ്യമാണ്. ഇതൊരു ചെറിയ പ്ലാനിങ് അല്ല. ഇത് കേരളത്തിലല്ലാണ്ട് ഇത്തരത്തിലുള്ള ഒരു ബേസ്ഡ് കമ്പനി ലണ്ടനിൽ തുടങ്ങുന്നു. ഞാൻ മനസ്സിലാക്കുന്നതും ഇപ്പൊ അഡ്വക്കേറ്റ് വസന്ത് സൂചിപ്പിച്ചതുമായ 2 കാര്യങ്ങൾ. ഇതില് ഈ മസാല ബോണ്ടിന്റെ ഫണ്ട് വലിയ രീതിയിൽ വന്നിട്ടുണ്ട്. ഒരു സംശയമില്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ടൊഴുകിയ പണത്തിന്റെ ബഹുഭൂരിപക്ഷവും മസാല ബോണ്ടിൽ നിന്ന് കമ്മീഷൻ കിട്ടിയ, അതായത് കേരളത്തിന്റെ ജനതയെ അടുത്ത 20-30 വർഷത്തേക്ക് കൊള്ളയടിക്കുവാൻ സംസ്ഥാന സർക്കാർ ലണ്ടനിലെ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഈ കാനഡിയൻ കമ്പനിക്ക് കൂട്ടുനിന്നതിന്റെ കമ്മീഷനാണ് ഇവർ മേടിച്ചിരിക്കുന്നത്. ഒരു സംശയമില്ല, ആ പണം വരുത്തുവാനായിട്ടുള്ള ഒരു സബ്സിഡറി സ്ഥാപനം മാത്രമായിരുന്നു ഈ കിങ്ഡം സെക്യൂരിറ്റീസ്. അത് കിങ്ഡം സെക്യൂരിറ്റീസ് മാത്രമാണോ, മറ്റു പലതും ഉണ്ടോ എന്നാണ് ഇനി അന്വേഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വാർത്തകളെ, കത്തുകളെ എല്ലാം ഇവർ അവഗണിക്കുവാനും ഇവർക്കെതിരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അല്ലെങ്കിൽ നടപടി എടുക്കുവാനും തയ്യാറാകാത്തത്. അതല്ലെങ്കിൽ സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു സ്ത്രീക്കെതിരെയോ അല്ലെങ്കിൽ ഇത്തരം ഒരു MLA-ക്കെതിരെയോ ഒരു ആരോപണം വന്നാൽ അത് തെറ്റായ ആരോപണമാണെങ്കിൽ എന്തുകൊണ്ട് അയാൾക്ക് നേരിട്ട് വന്ന് ഇത്തരം ആരോപണങ്ങൾ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല, അതിനെതിരെ നടപടിയെടുക്കും, ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്നൊക്കെയല്ലേ പറയാറുള്ളത്. കയ്യിൽ മടിയിൽ മാത്രമല്ല, ഈ ഷർഷാദ് ബനിയാണ്ടി CPM സഹയാത്രികരാണ്. DYFIയുടെ പഴയ മേഖലാ സെക്രട്ടറി ഒക്കെ ആയിരുന്ന ആളാണ് ഷർഷാദ് ബനിയാണ്ടി. അപ്പോൾ ഷർഷാദ് ബനിയാണ്ടിക്ക് പാർട്ടിയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. രാജേഷ് കൃഷ്ണയെക്കുറിച്ച് ഉള്ള വിവരങ്ങളെല്ലാം അയാൾ ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം പാർട്ടിയെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. മാത്രമല്ല, പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുമായിട്ട് അയാൾക്ക് അടുപ്പമുണ്ട്. അതുകൊണ്ട് ഈ ഷർഷാദ് പറയുന്നത് അങ്ങനെ അങ്ങ് തള്ളിക്കളയാനാവില്ല എന്ന ഒരു വിഭാഗം അവർ പ്രത്യേകം അത് കരുതുന്നു, വിശ്വസിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഷർഷാദിന്റെ കുടുംബമൊക്കെ വളരെ വർഷങ്ങളായി അവിടെ താമസിക്കുകയും വളരെ ജെന്യൂനായിട്ട് ബിസിനസ് ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുന്ന വലിയ പാരമ്പര്യമുള്ള ഒരു കുടുംബം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ട് രക്ഷപ്പെടാൻ തോന്നുന്ന ഒരു മനസ്ഥിതി ആവാൻ സാധ്യതയില്ല. ഇനി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വ്യക്തി, ഒരു നല്ല കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണ്ടേ? ഈ സംസ്ഥാന സർക്കാർ എന്താ നടപടിയെടുക്കുക? അതാണ് എന്റെ ചോദ്യം. അപ്പോഴാണ് ഈ സംശയത്തിന് കൂടുതൽ ദൃഢത വരുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഈ ചാനൽ ചർച്ചയിൽ വന്ന് ഇന്ന് മറ്റു പല ചാനലുകളിലും CPM-ന്റെ പ്രതി എന്തുകൊണ്ട് ഇവിടെ വന്നില്ല എന്നുള്ളത് ചോദ്യമാണ്. പക്ഷെ മറ്റു പല ചാനലുകളിലും പറഞ്ഞിരുന്നു, ഏറ്റിരുന്നു, അവസാന നിമിഷം പിന്മാറിയതാണ് കേട്ടോ. സാധാരണ CPM പ്രതിനിധികൾ വരാറില്ല. പക്ഷെ ഇന്ന് CPM നേതാവ്, നമ്മുടെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ തന്നെ വരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അവസാന നിമിഷം അദ്ദേഹം പിന്മാറി. ഒരുപക്ഷെ മുകളിൽ നിന്നുള്ള കാർഡിറങ്ങിയതിന് ശേഷമായിരുന്നു പിന്മാറ്റം. മുകളിൽ നിന്നുള്ള വിളിയായിരിക്കാം. സ്വാഭാവികമായിട്ടും. കാരണം അവർക്ക് അത്തരം വളരെ ശക്തമായ ഈ ആരോപണങ്ങളെ നേരിടുവാനായിട്ട് സംസ്ഥാനത്തെ നേതൃത്വം തന്നെ തയ്യാറായപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് വന്നിട്ട് ഇത്തരം ആരോപണങ്ങളെ നേരിടുവാനോ അത് തെറ്റാനോ എന്ന് പറയാനുള്ള ഒരു പ്രായപരിധി കൊണ്ടല്ല അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായേക്കാം. പക്ഷേ
ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഇന്ന് സംസ്ഥാനത്തെ പല പത്രങ്ങളും വലിയ രീതിയിൽ ഫുൾ പേജിലെല്ലാം വാർത്ത കൊടുത്തിട്ടും അതിനെതിരെ പ്രതികരിക്കാതെ നിശബ്ദമായി നിൽക്കുന്ന സംസ്ഥാന നേതൃത്വം, CPM-ന്റെ നേതൃത്വം, അതുപോലെ തന്നെ കേരളത്തിലെ ഭരണകൂടം, അവർ രണ്ടുപേരും ഭയക്കുന്ന രീതിയിൽ ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്ന ഒരു 50% കാര്യങ്ങളിലും, ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്, എനിക്കറിയില്ല അതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട്. ഇപ്പൊ പുഴു സിനിമയെ കുറിച്ചിട്ടുള്ള അദ്ദേഹം മുന്നോട്ട് വെച്ച ആരോപണങ്ങളെ കുറിച്ച് മറുപടി പറയേണ്ടത് ആ പുഴു സിനിമയുടെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. പക്ഷെ വളരെ ശക്തമായ ആരോപണമായിരുന്നു, ഒരു സംശയവുമില്ല. ജനൻ TV അടക്കം പല സോഷ്യൽ മീഡിയ ചാനലടക്കം മുന്നോട്ട് വെച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇപ്പൊ ഹണി ട്രാപ്പിന്റെ ഒരു വിഷയം പറയുന്നത്. അപ്പൊ ഇത്തരം ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ ആ കേസിൽ അന്വേഷണം തടഞ്ഞത്, ആ കേസ് ഇപ്പോൾ ഒതുക്കി വെച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയാണ്. P. ശശിക്കും രാജേഷ് കൃഷ്ണയ്ക്കും അറിയാവുന്ന പല കാര്യങ്ങളുണ്ട്, അവർ തമ്മിൽ ബന്ധമുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ആ കേസ് ഇപ്പോൾ മൂടി വെച്ചിരിക്കുന്നത്. അതിൽ അന്വേഷണമൊന്നും നടക്കുന്നില്ല. അതെ, അതില് കോടികൾ മുടക്കിയ പല ഇൻവെസ്റ്റേഴ്സിനും ഭീഷണിയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവർ വന്ന് തുറന്നു പറയാതെ നമുക്കത് ചാനലിരുന്ന് പറയുന്നത് ശരിയല്ല. അത് കാരണം ഇത്തരം ആരോപണങ്ങളിൽ പലതും കഴമ്പുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഭയക്കുന്നു, അതിനെക്കുറിച്ച് ചർച്ചകൾ സംഘടിപ്പിക്കാൻ ഭയമാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ കത്ത് സ്വന്തം മടിയിലിരുന്ന് പൊട്ടിയ ബോംബാണ്, ഒരു സംശയവുമില്ല. CPM-ന്റെ തന്നെ 2 അനുയായികൾ, 2 പിന്തുണയ്ക്കുന്നവർ, പാർട്ടി പ്രവർത്തകർ, അവർ തമ്മിൽ നടത്തിയ വലിയ തട്ടിപ്പിന്റെ ഭാഗം അത് പുറത്തേക്ക് വരുമ്പോൾ CPM വലിയ പ്രശ്നത്തിലാണ്, പ്രതിസന്ധിയിലാണ്. അത് പ്രത്യേകിച്ച് ഈ 2 തിരഞ്ഞെടുപ്പുകൾ അടുത്തു വരുമ്പോൾ നമ്മൾക്കറിയാം, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് CPM നടത്തുന്ന വലിയ കൊള്ളകൾ, അത് ഒരു ബാങ്ക് കൊള്ള ഒന്നല്ല, തൃശ്ശൂർ ഭാഗത്ത് നടക്കുന്ന വലിയ ഒരു സർവീസ് സൊസൈറ്റി ബാങ്കുകളിലുള്ള കൊള്ളകൾ നടക്കുന്നു എന്ന് നമുക്കറിയാം. അത്തരം കൊള്ളകൾ നടത്തിയിട്ട് CPM തന്നെ ഉത്തരവാദികളായിരിക്കുന്നു, CPM തന്നെ കോടതിയിൽ പ്രതികളായി മാറിയിരിക്കുന്നു, പാർട്ടി തന്നെ. ഇത് നേരിട്ട് CPM തന്നെ കള്ള അക്കൗണ്ടുകളും കള്ള കമ്പനികളും തുടങ്ങുന്നു. അവരെ വെച്ചിട്ട് വലിയ രീതിയിലുള്ള വിദേശ പണം വരുന്നു. ഇപ്പൊ ഇതിനെക്കുറിച്ച് മറ്റൊരു തുടക്കം കൂടി ഉണ്ട് കേട്ടോ, നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. സംസ്ഥാനത്തെ ഈ പ്രവാസി ലോൺ എന്ന് പറയുന്നത് വലിയ തട്ടിപ്പാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തട്ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമ റെഗുലേഷൻ പ്രകാരം അതിൽ പെടാതെ ഫണ്ട് കേരളത്തിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഈ പ്രവാസി ലോൺ കൊണ്ടുവരുന്നത്. ഇതിലെ ഫൈനാൻസിങ് സിസ്റ്റം കേന്ദ്ര സർക്കാരിന്റെ നിയമത്തിൽ പെടാതെ വിദേശ മലയാളികൾക്ക് അല്ലെങ്കിൽ വിദേശ മലയാളികളിലൂടെ ഫണ്ട് കേരളത്തിലേക്ക് എത്തിക്കുവാനുള്ള വലിയ തട്ടിപ്പിന്റെ ഭാഗമാണ്, ഒരു സംശയവുമില്ല. ഇതിനെക്കുറിച്ച് ഞാനും കുറെ അന്വേഷണങ്ങൾ നടത്തി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ നോട്ട് നിരോധിച്ച സമയത്ത് തിരുവനന്തപുരത്തെ 2 സൊസൈറ്റികൾ, ഞാൻ അന്ന് ചർച്ചയിൽ പല കുറി പേരെടുത്ത് പറഞ്ഞതാണ്, സംസ്ഥാനത്തെ 2 സൊസൈറ്റികളിൽ നടത്തിയ ചിട്ടി രാത്രി 8ഉം 10ഉം മണി വരെ ഇരുന്നു കൊണ്ട് 3 ദിവസം കണ്ടിന്യൂസ് പണം മേടിച്ച് വെക്കുകയായിരുന്നു, അല്ലെങ്കിൽ ആ പണം അവിടെ കൊണ്ടുവയ്ക്കുമായിരുന്നു. ഇവർക്കെല്ലാം പിറ്റേ മാസങ്ങളിലും അടുത്ത മാസങ്ങളിലും ചിട്ടി കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പണം മുഴുവൻ വെളുപ്പിച്ച് അക്കൗണ്ടിലാക്കി തിരിച്ചു കൊടുത്തു എന്നുള്ളതിന്റെ തെളിവ് CPM-ന്റെ നേതാക്കൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിൽ തട്ടിപ്പ് നടന്നു. സംസ്ഥാനത്തെ പല സെക്രട്ടേറിയറ്റ് അകത്ത് തന്നെയുള്ള ഒരു ചിട്ടി കമ്പനി, ഇവരുടെ സൊസൈറ്റിയുടെ വക ചിട്ടി കമ്പനി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, സംസ്ഥാനത്തെ CPM ഇതുപോലുള്ള കോപ്പറേറ്റീവ് ബാങ്കുകൾ, ഇതുപോലുള്ള ചിട്ടി കമ്പനികൾ, ഇപ്പൊ പ്രവാസി ചിട്ടി എന്ന പേരിൽ ഇതേപോലെ ഫേക്ക് കമ്പനികൾ, സെക്യൂരിറ്റി കമ്പനികൾ, മാൻ പവർ കൺസൾട്ടൻസികൾ, ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ കള്ളപ്പണം, വിദേശത്തേക്ക് കടത്തിയ കള്ളപ്പണം തിരിച്ച് ഇവിടെ തിരഞ്ഞെടുപ്പിനോ അല്ലെങ്കിൽ തങ്ങളുടെ ആർഭാട ജീവിതത്തിനോ, ഇപ്പൊ ഈ വ്യക്തി തന്നെ ഉപയോഗിക്കുന്ന കാറുകളുടെ വലിയ നീണ്ട നിര പറയുന്നുണ്ട്, അദ്ദേഹം താമസിച്ച ഹോട്ടലുകളുടെ കണക്ക് പറയുന്നുണ്ട്. ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഇവിടെ സാധാരണ പ്രവർത്തകനായിട്ട് ജീവിച്ചുകൊണ്ട് പണിയെടുത്തുകൊണ്ട് ബ്രിട്ടനിലെ പാവപ്പെട്ടവരുടെ ഇടയിൽ കമ്മ്യൂണിസം വളർത്തുവാൻ വേണ്ടി അഹോരാത്രം ശ്രമിക്കുന്ന ഒരു വ്യക്തി കേരളത്തിൽ വന്ന് താമസിച്ച ഹോട്ടലുകളും അവിടുത്തെ ബില്ലുകളുടെയൊക്കെ കണക്ക് കേട്ടാൽ ഞെട്ടിപ്പോവും. അദ്ദേഹം വിദേശത്ത് നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ താമസിക്കുന്നത് ഒരുപക്ഷെ പിണറായി വിജയനോ അതുപോലെ തന്നെയുള്ള രവിപിള്ള സാറോ അല്ലെങ്കിൽ ലുലുവിന്റെ ഓണർ യൂസഫ് അലി സാറോ ഒന്നും താമസിക്കാത്ത, അല്ലെങ്കിൽ അവരൊക്കെ താമസിക്കുന്ന വലിയ ഹോട്ടലുകളിലെ ഗംഭീര റൂമുകളിലാണ് താമസിക്കുന്നത്. ഇദ്ദേഹത്തിന് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ലണ്ടനിൽ നടത്താൻ പറ്റുന്നത്? അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനത്തെ ആളുകളാണോ ലണ്ടനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കേണ്ടതൊക്കെ അവരാണ് നിശ്ചയിക്കേണ്ടത്. തീർച്ചയായും അങ്ങനെയും പ്രവർത്തിക്കാം. ഇപ്പൊ പരിപ്പുഴയുടെ കാലം അല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം തട്ടിപ്പുകൾക്ക് ഇങ്ങനത്തെ അവതാരങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ തട്ടിപ്പുകൾ നടത്തുന്നത്. അതിൽ ഇപ്പോ ഇത്തരത്തിലുള്ള സെക്യൂരിറ്റീസ് കമ്പനീസ്, KSF ലോൺ,
നേരത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി വസന്ത് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ നമ്മളെല്ലാം വിശ്വസിക്കുന്ന പോലെയുള്ള ഈ മസാല ബോണ്ടുകൾ, അതുപോലെ തന്നെ സിനിമാ പിടുത്തം, ഇതെല്ലാം കൂടി പിന്നെ നമുക്കിപ്പോൾ എല്ലാം നമ്മൾ സംശയിക്കുന്നത് പോലെ ഡ്രഗ് മാഫിയയുടെ ഭാഗം, ഇനി അതും കൂടെ വരാനുള്ളൂ, അതും കൂടെ വരും ഉറപ്പാണ്. ഈ അവതാരം അല്ലെങ്കിൽ മറ്റൊരു അവതാരമാണ് കേരളത്തിലെ ഡ്രഗ് മാഫിയയുടെ താരങ്ങളായി അല്ലെങ്കിൽ കിങ് പിന്നാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം ആലപ്പുഴയിലൊക്കെ പല നേതാക്കൾക്കും, CPM-ന്റെ പല നേതാക്കൾക്കും അവിടുത്തെ ഇത്തരം ഡ്രഗ് മാഫിയകളെ ട്രാവൽ ചെയ്യിപ്പിക്കുവാനും അവരുടെ വെഹിക്കിൾ യൂസ് ചെയ്യുന്നതായിട്ടുള്ള പോലീസ് തന്നെ പിടിച്ചിട്ടുണ്ട്. പല MLA-മാരുടെയും ബന്ധമൊക്കെ അറിയുന്നു. അതുകൊണ്ട് സംസ്ഥാനത്ത് നടക്കുന്ന വലിയ സാമ്പത്തിക ക്രമക്കേട്, അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ നടക്കുന്ന സാമ്പത്തിക ക്രമക്കേടിൽ ഇത്തരത്തിലുള്ള ഫേക്ക് കമ്പനീസ്, KSFE ലോൺ, മസാല ബോണ്ടുകൾ, ഡ്രഗ് മാഫിയ, ഫിലിമിലുള്ള വലിയ മാഫിയകൾ, ഇതെല്ലാം എല്ലാ സിനിമാക്കാരുമല്ല, സിനിമയിലെ ചില മാഫിയകൾ, അവരുടെ 1000 കോടി മടക്കുന്ന ചില കമ്പനികൾ, അതിലെ തട്ടിപ്പുകൾ, ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. ഇവരെല്ലാം പിന്തുണയ്ക്കുന്നത് ഈ ഇടതുപക്ഷത്തെയാണ്, CPM-നെയാണ്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഭരണകൂടത്തെയാണ്. ഈ ഭരണകൂടം സാധ്യമാകുന്ന രീതിയിലെല്ലാം പണം സമ്പാദിക്കുകയാണ്. ഇതൊരു കടുംപെട്ടാണ്. അവർക്കറിയാം ഈ ഭരണമില്ല എന്ന്. ആ ഭരണമില്ലായ്മയുടെ ഭയത്തിൽ നിന്ന് തങ്ങളുടെ ഈ റബ്ബറൊക്കെ കടുംപെട്ടും വെട്ടുന്ന രീതിയിൽ സർവ്വതും മുട്ടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഡ്രഗ് മാഫി വാരി വിതറിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലെ സിനിമകളും തട്ടിപ്പുകളും കാണിച്ചുകൊണ്ട് സർവ്വ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് പണം സമ്പാദിക്കുകയും എങ്ങനെയെങ്കിലും മക്കളെ രക്ഷപ്പെടുത്തുവാനുള്ള അവസാനത്തെ ശ്രമത്തിലാണ്. അതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അവർക്ക് ഇതിനെ എതിരിടുവാനും ഇതിനെ പ്രതികരിക്കുവാനും ഭയന്ന് മാറി നിൽക്കുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വസന്ത, ഇത്രയും വിവാദമുണ്ടായ സാഹചര്യത്തിൽ ഒരു അന്വേഷണത്തിന് പാർട്ടി തയ്യാറാവേണ്ടതല്ലേ? ഇപ്പോൾ ഗോവിന്ദൻ അസംബന്ധം ആണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. പക്ഷേ പലരും പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ, ഗോവിന്ദൻ്റെ മകനുണ്ട്, എല്ലാവരും, മുഖ്യമന്ത്രിയുണ്ട്, മുൻ ധനകാര്യമന്ത്രിയുണ്ട്, മുൻ സ്പീക്കറുണ്ട്, എല്ലാവരും പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. എല്ലാവർക്കും രാജേഷ് കൃഷ്ണയുമായിട്ട് ബന്ധമുണ്ട്. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അണിയറയിൽ. അപ്പോൾ നോക്കൂ, ഒരു അന്വേഷണത്തിന് തയ്യാറാവേണ്ടതല്ലേ പാർട്ടിക്ക്? തീർച്ചയായും. ഏറ്റവും കുറഞ്ഞ പക്ഷം പാർട്ടി മെമ്പർമാരെ വിശ്വസിപ്പിക്കാനെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തീവ്രത അളക്കൽ കമ്മീഷൻ, ശ്രീമതി കമ്മീഷനെയൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് പറഞ്ഞു വിടേണ്ടതാണ്. കാര്യം ബാലൻ സഹാവും ഒക്കെ ഇപ്പോൾ ജീവനോടെ ഉണ്ടല്ലോ. അവർക്കാവുമ്പോൾ കമ്മീഷന്റെ ഒരു റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി UK-ലേക്ക് ഒന്ന് പോവുകയും ചെയ്യാം. കാര്യം തോമസ് ഐസക്കും പിണറായി വിജയനും MV ഗോവിന്ദനും ഒക്കെ UK പോയി സുഖവാസം നടത്തി തിരിച്ചു വന്നപ്പോൾ ഇവർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഇവർ ഈ പാർട്ടിയുടെ ഭാഗമല്ലേ, അവർക്കും വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ. ഒന്ന് പോകണം, UK-ക്ക് ഒന്ന് കാണണം, കേംബ്രിഡ്ജിലൊക്കെ ഒന്ന് പോയി അതിന്റെ ഫ്രണ്ടൊക്കെ ഒന്ന് കണ്ട് അവിടെ നിന്ന് 2 സെൽഫി ഒക്കെ എടുക്കണം എന്നുള്ള ആഗ്രഹം നമ്മുടെ ശ്രീമതി ടീച്ചറിനും AK ബാലൻ സഹാവിനും ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അവരെ കൂടി ഒന്ന് UK കാണിക്കാൻ വേണ്ടി, തെളിവെടുപ്പിനാണെന്നും പറഞ്ഞ് പൊക്കോളൂ അവര്. അതിനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ പാർട്ടി എടുത്തു കൊടുത്താൽ മതി. ഇവർ താമസിച്ച പോലെ ആഡംബര ഹോട്ടലിലൊന്നും വേണമെന്നില്ല. ചെറിയ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഒരു റൂമൊക്കെ എടുത്തു കൊടുത്ത് അവരെ ഒരു കമ്മീഷൻ ആയിട്ട് പറഞ്ഞു വിടണം. തിരിച്ചു വരുമ്പോൾ തീവ്രത കുറവാണ്, കത്തിന് വേണ്ട അത്ര തീവ്രത ഇല്ല, ആയതിനാൽ തള്ളിക്കളഞ്ഞേക്കാം എന്നൊരു റിപ്പോർട്ട് അവർ തരും. ആ റിപ്പോർട്ട് അടുത്ത സംസ്ഥാന സമ്മേളനങ്ങളിൽ, ജില്ലാ സമ്മേളനങ്ങളിൽ റിപ്പോർട്ട് ചെയ്താൽ മതി. അന്തം കമ്മികൾ അത് ഞാൻ അങ്ങനെ പറഞ്ഞതിൽ ക്ഷമിക്കണം, കാര്യം ഇവരത് വിശ്വസിക്കും. അന്തമായി എന്തിനേയും വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ അത് പാർട്ടി നേതൃത്വം പറയുന്നത് വിശ്വാസത്തിൽ എടുത്തോളും. ഇനി നമ്മളെ ബോധിപ്പിക്കാൻ, അതായത് നമ്മൾ എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടുത്തെ അരിയാഹാരം കഴിക്കുന്ന ജനത്തെ ബോധിപ്പിക്കാൻ, പാർട്ടി ക്യാപ്സ്യൂളുകൾ കഴിക്കുന്നവരെ ബോധിപ്പിക്കാൻ ഞാൻ ഈ പറഞ്ഞ ശ്രീമതി കമ്മീഷന്റെ റിപ്പോർട്ട് മതിയാവും. പക്ഷെ അരിയാഹാരം കഴിക്കുന്നവരുണ്ടല്ലോ, ഞാനും ശ്രീ അനിൽ നമ്പ്യാരും ശിവശങ്കർ അടക്കമുള്ളവർ, അങ്ങനെയുള്ളവരെ ബോധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നേരിട്ടൊരു അന്വേഷണം പ്രഖ്യാപിക്കണം. കാരണം ഇതിൽ ഹവാലയുണ്ട്, റിവേഴ്സ് ഹവാലയുണ്ട്, സ്വാഭാവികമായും കുഴൽപ്പണമുണ്ട്, രാജ്യദ്രോഹ കുറ്റമാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. പോരാത്തതിന് അത് ഡൽഹിയിലെ ഹൈക്കോടതിയുടെ മുമ്പിൽ IA ഫയൽ ചെയ്ത് ബെഞ്ച് മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു എവിഡൻസ് ആയി അത് ബെഞ്ച് മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായും ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ അത് ഒരു ഫയൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിന്മേൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷികമാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ കോടതി തന്നെ നേരിട്ട് ഈ കത്ത് കോടതിയുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണാർത്ഥത്തിൽ പരിശോധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന്റെ ഹിയറിംഗിൽ അടുത്ത ദിവസമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും കോടതി തന്നെ നേരിട്ടൊരു അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വരും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയം എന്താണ്, ഒന്ന് ഹവാല, റിവേഴ്സ് ഹവാല, കള്ളപ്പണം, കുഴൽപ്പണം, വിദേശ ഫണ്ട്
വരവുമായി ബന്ധപ്പെട്ട് ഫെമ അടക്കമുള്ള നിയമങ്ങളുടെ തട്ടിപ്പ്, അതിനെ അതിലംഘിക്കാൻ വേണ്ടി ജമ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി ചെന്നൈ ബേസ് ചെയ്ത് കമ്പനി ഉണ്ടാക്കുക, കള്ള കമ്പനി ഉണ്ടാക്കുക, ആ കമ്പനിയുടെ ഭാഗമായി വരുന്ന പൈസ നേതാക്കളുടെ അക്കൗണ്ടിലേക്ക്, CPM-ന്റെ അക്കൗണ്ടിലേക്ക് പോലും അല്ല കേട്ടോ, നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് വാഷ് ഔട്ട് ചെയ്യുക, അങ്ങനെ വാഷ് ഔട്ട് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുക തുടങ്ങിയ വലിയ ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റം ആണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കോടതി തന്നെ നേരിട്ട് അവരെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ നിർദ്ദേശിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ പക്ഷം അങ്ങനെ ഒരു അന്വേഷണമെങ്കിലും നടത്താതിരുന്നാൽ ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തി വന്ന കൊള്ളകൾ, ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തി വന്ന കുടുംബ വ്യാപാരം, ഇതൊക്കെ മൂടി വെക്കാനുള്ള ശ്രമമായി ആൾക്കാർ വ്യാഖ്യാനിക്കത്തുള്ളൂ. ഇനി ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം. ഒന്ന്, അങ്ങ് നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ഈ CPM-ന്റെ ഉള്ളിലെ കത്തുകളൊക്കെ എങ്ങനെ വെളിയിൽ വരുന്നു എന്ന് ചോദിച്ചാൽ, ഒന്ന്, സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തോട് ഇവർ ചെയ്തത് എന്താണ്? ഇപ്പൊ നേരത്തെ മരിച്ചുപോയപ്പോ ഉമ്മൻചാണ്ടിയുടെ മരണയാത്രയോട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇവർ അച്യുതാനന്ദന്റെ യാത്ര നടത്തി. ആ അച്യുതാനന്ദനെ CPM വേട്ടയാടിയത് ആരുടെ പേരിലാണ്? മകന്റെ പേരിലായിരുന്നു. അന്നത്തെ പ്രതിപക്ഷം പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങൾ, സാമ്പത്തിക ആരോപണങ്ങൾ അച്യുതാനന്ദന്റെ മകനെതിരെ ആരോപിച്ചത് അന്നത്തെ പാർട്ടി സെക്രട്ടറിയാണ്. അദ്ദേഹമാണല്ലോ വാർത്താ സമ്മേളനം വിളിച്ച് കുടുംബത്തിലുള്ളവർ ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞത് ആ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ്. അപ്പൊ കാലത്തിന്റെ കാവ്യനീതിയാണ്. അച്യുതാനന്ദനെ, കോടിയേരി ബാലകൃഷ്ണനെ എങ്ങനെയാണോ വേട്ടയാടിയത്, ഏത് മക്കളെ ഉപയോഗിച്ചാണോ അവരെ നശിപ്പിച്ചത്, അവരെ സൈഡ് ലൈൻ ചെയ്യാൻ ശ്രമിച്ചത്, അതേ മക്കൾ തന്നെ, ആ മക്കളല്ല, അതേ രീതിയിൽ മക്കളാൽ തന്നെ വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ മക്കളാൽ വേട്ടയാടിയവർ മക്കളാൽ തന്നെ നശിക്കുന്ന, തമ്മിൽ തല്ലി ചാകേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് CPM എത്തപ്പെടുന്നത്. ശ്രീ MK ഹരിദാസ്, കത്ത് വിവാദത്തെ, കത്ത് പുറത്തായതിനെ, കത്ത് ചോർത്തിയതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ചോർന്നു എന്നതിനപ്പുറം ഈ കത്തിൽ വല്ല പൊരുളുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് അങ്ങേയറ്റം സംശയമുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച വസന്ത് പറഞ്ഞതൊക്കെ ഊഹാപോഹങ്ങൾ മാത്രമാണ്. അതൊന്നും ആ കത്തിൽ പരാമർശിച്ചിട്ടില്ല. കാരണം ഈ വ്യക്തി ഞാൻ പങ്കെടുത്ത മറ്റൊരു ചർച്ചയിൽ 7 മണി തൊട്ട് 8 മണി വരെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തവരെല്ലാവരും ചോദിക്കുന്നത് ഇതാണ്: ഈ CPM നേതാക്കൾ, ഇപ്പോൾ ഈ MV ഗോവിന്ദനായാലും അതുമാതിരി തന്നെ MB രാജേഷ് ആയാലും ശ്രീരാമകൃഷ്ണൻ ആയാലും തോമസ് ഐസക് ആയാലും ഇനി മറ്റാരാണെങ്കിലും P ശശി ആയാലും ആർക്കാണെങ്കിലും എന്ത് സാമ്പത്തിക ലാഭമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയില്ല. അദ്ദേഹം അവസാനം തുറന്നു പറഞ്ഞു, അങ്ങനെ ആരും ഞങ്ങൾ സാമ്പത്തികമായിട്ട് സഹായിച്ചു എന്നുള്ളത് പറയുന്നില്ല എന്നുള്ളത്. പിന്നെ ഈ രാജേഷ് എന്ന് പറയുന്ന വ്യക്തി കളങ്കിതനാണെന്നും രാജേഷിനെ പോലുള്ള ഒരു വ്യക്തിയെ പാർട്ടി കോൺഗ്രസിൽ ഇരുത്താൻ പാടില്ല എന്നുമുള്ള ബോധം CPM-ന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ കക്കില കൂട്ടാതെ ഈ പാർട്ടി കോൺഗ്രസിൽ നിന്നും പുറത്താക്കുന്നത് നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, എന്തിനെ പുറത്താക്കി? അതൊക്കെ പുറത്തു വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. അതിന്റെ ഒന്നും ഈ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം CPM എന്ന് പറയുന്ന പാർട്ടി ഏകദേശം 1 കോടി ജനങ്ങൾ നെഞ്ചിലേറ്റി ആരാധിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയെ ഈ ഹർഷാദ് എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ഇത്തരത്തിലുള്ള ഒരു ലെറ്റർ 2022 മുതൽ 2025 വരെ ഈ ലെറ്ററും കാര്യങ്ങളും ഒന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് മാധ്യമപ്രവർത്തകരുടെ അടുത്ത് പോയി എന്ന് മാത്രമല്ല, അതിലൊരു മാധ്യമപ്രവർത്തകൻ മറ്റൊരു മാധ്യമത്തിൽ ജോലി ചെയ്യുന്ന സമയത്തുണ്ടായ സംഭവം ഇപ്പോൾ സജീവമായിട്ടുള്ള ഒരു മാധ്യമത്തിലൂടെ ഇന്ന് 4:30 പുറത്തുവിട്ടിരിക്കുകയാണ്. അദ്ദേഹം ഇതും കൊണ്ട് കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അടിസ്ഥാനപരമായി അദ്ദേഹം ഈ കത്തിൽ, ഈ ചോർന്ന കത്തിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളിൽ CPM-ന്റെ നേതാക്കളെ ഒന്നും നമുക്ക് പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് ഈ കാര്യത്തിൽ സംസാരിക്കാൻ പറ്റില്ല. കത്ത് ചോർന്നത് പാർട്ടിക്കുള്ളിലെ പടലപ്പണക്കങ്ങളും ഈ പറഞ്ഞ ഇപ്പൊ വസന്ത് പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ വളരെ വ്യക്തമാണ്. മുറിവേറ്റ സിംഹങ്ങൾ ഒരുപാടുണ്ട്. ബിനീഷ് കൊടിയേരി അടക്കമുള്ള മുറിവേറ്റ സിംഹങ്ങൾ ഒരുപാടുണ്ട്. 1.72 കോടി രൂപ ഒരു സേവനവും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകൾ വാങ്ങി എന്ന് പറയുന്ന കാര്യത്തിൽ 100% വീണ വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടി ഈ ബിനീഷ് കൊടിയേരിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിനെയൊക്കെ അങ്ങേറ്റം വെറുപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവസരം കാത്തിരിക്കുന്ന CPM-ലെ ഉൾപാർട്ടി പോലെ ഈ കത്ത് ഈ ഹൈക്കോടതിയിൽ ഹാജരാക്കത്തക്ക തോതിൽ ചോർത്തി കൊടുക്കാൻ കാണിച്ചിട്ടുള്ള ശുഷ്കാന്തിയെ കുറിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാമെന്നല്ലാതെ CPM-ന്റെ നേതാക്കള് ഈ കാര്യത്തില് എന്തെങ്കിലും സാമ്പത്തിക ലാഭം നേടി എന്നുള്ളത് ഈ ചർച്ചയിൽ ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. കാരണം അർഷാദിനോട് നേരിട്ട് ആ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അല്ല, പക്ഷേ ശ്രീ ഹരിദാസ് എന്തെങ്കിലും സാമ്പത്തിക ലാഭം ഇല്ലാതെ ഈ രാജേഷ് കൃഷ്ണയുമായിട്ടുള്ള ഈ ബന്ധം അത് ഇങ്ങനെ പുഷ്കലമാക്കി നിർത്തുമോ അവർ? എന്തെങ്കിലും സാമ്പത്തിക ലാഭമില്ലാതെ ഇപ്പോൾ ശ്രീരാമകൃഷ്ണനാവട്ടെ, തോമസ് ഐസക് ആവട്ടെ, തോമസ് ഐസക് ഒരു ബാങ്കിലെ ഉന്നതരെ തന്നെ വിളിച്ചു പറഞ്ഞു ഒരു കേസിന് വേണ്ടി. അപ്പോൾ നോക്കൂ, അത്രയും കണക്ഷനാണ്. രാജേഷ് കൃഷ്ണ പറഞ്ഞാൽ എന്തും അവർ ചെയ്യും. P ശശി
കേസ് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഇടപെടലില്ലാത്ത പ്രധാനപ്പെട്ട കേസുകളൊന്നും ഇല്ല കേരളത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തിക ലാഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കില്ലേ ഒരുപക്ഷെ ഈ കൊടുക്കൽ വാങ്ങലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ ഈ ബന്ധം ഇങ്ങനെ ഊഷ്മളമായി നിലനിർത്തുന്നത്? അല്ലെങ്കിൽ എന്നേ രാജേഷ് കൃഷ്ണയെ തള്ളി പറഞ്ഞേനെ. എന്റെ സീനിയർ പത്രപ്രവർത്തകനായ ശ്രീ നമ്പ്യാരെ ഞാനൊന്ന് ചോദിക്കട്ടെ, 9 വർഷവും 3 മാസവും നീണ്ടു നിന്ന ഭരണത്തിലൂടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഞാൻ ഈ പറയുന്ന കാര്യമാണ് എനിക്ക് അതിനുള്ള മറുപടി. 10,000 കയ്യിലുണ്ടായിരുന്ന ലോക്കൽ സഖാക്കളൊക്കെ ലക്ഷപ്രഭുക്കളായി. ലക്ഷങ്ങൾ കയ്യിലുണ്ടായിരുന്ന ലോക്കൽ സഖാക്കൾക്ക് മുകളിലുള്ള സഖാക്കളൊക്കെ കോടീശ്വരന്മാരായി. കോടികൾ കയ്യിലുള്ള സഖാക്കളൊക്കെ ശതകോടീശ്വരന്മാരായി. ശതകോടീശ്വരന്മാർക്ക് മുകളിലുള്ളവർ ആരായി എന്നുള്ളത് പറയാൻ നമുക്ക് പറയില്ലേ, അതിനും അപ്പുറമായി. അപ്പൊ താഴെ തട്ട് തൊട്ട് മേലെ തട്ട് വരെ 9 വർഷത്തെയും 3 മാസത്തെയും ഭരണം കൊണ്ട് കോടീശ്വരന്മാരും ലക്ഷപ്രഭുക്കളും ശതകോടീശ്വരന്മാരും ആകുമ്പോ ഇത്തരത്തിലുള്ള സുരേഷ് കൃഷ്ണമാരെ വെച്ചിട്ട് കളിക്കാതെ ഈ പാർട്ടിക്ക് അങ്ങനെയൊക്കെ ആകാൻ സാധിക്കുമെന്ന് കേരളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള പത്രപ്രവർത്തകൻ താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അപ്പൊ നമുക്ക് ആ കാര്യത്തിലൊന്നും സംശയമില്ല. സുരേഷ് കൃഷ്ണയും കേരളത്തിലെ CPM-ന്റെ നേതാക്കളും, കാരണം ഇതിന് മുഖ്യമന്ത്രി ഈ കത്തില് ക്ഷമിക്കണം, സുരേഷ് കൃഷ്ണ സിനിമാ നടന്റെ പേരാണ് മനസ്സിലെടുക്കുന്നത്. രാജേഷ് കൃഷ്ണയുമായിട്ടുള്ളവർക്ക് വെച്ച് കളിക്കാതെ ഈ നമുക്ക് ഈ കളത്തിൽ വെച്ച് മുന്നേറാൻ സാധിക്കില്ല. അപ്പൊ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. UK പാർട്ടിക്ക് ലോക്കൽ കമ്മിറ്റി ഉണ്ട്, അവിടെ ഏരിയ കമ്മിറ്റി ഉണ്ട്. അദ്ദേഹത്തെ പുറത്താക്കിയാന്നൊരു ചാനലില് പറയുന്നത് UK ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം എന്നൊക്കെ പറയുന്നത് വാസ്തവമൊന്നും നമുക്കറിയില്ല. അപ്പോ ഒരു കുത്തക മുതലാളിത്ത രാജ്യത്തിലെ ഈ കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും പ്രവർത്തിക്കത്തക്ക തോതിൽ ഈ രാജേഷ് കൃഷ്ണയെ വെച്ചിട്ട് അവിടെ കളിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സംഭവിക്കാവുന്നതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഹർഷാദ് തന്നെയാണ്, അതെ ഹർഷാദിനെ നമ്മൾ ഈ ഷർഷാദിനെ നമ്മൾ ഈ കാര്യത്തിൽ എത്രത്തോളം വിശ്വസിക്കണം എന്നുള്ള കാര്യത്തിൽ വളരെ ഡൗട്ട് ഉണ്ട്. കാരണം ഇപ്പൊ ഞാൻ പങ്കെടുത്ത ചർച്ചയിലെ ഒരിക്കലും ഒരു പുരുഷൻ പറയാൻ പാടില്ലാത്തൊരു കാര്യം അദ്ദേഹം വിളിച്ചു പറഞ്ഞു. കാരണം ഞങ്ങൾ പറഞ്ഞു, താങ്കളെ ഇന്ന് 4:30 മണി വരെ വിശ്വസിച്ച ശേഷം ഞങ്ങൾക്ക് 4:30-ക്ക് ശേഷം താങ്കളുടെ ഭാര്യയുടെ ഒരു മുൻ ഭാര്യയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് ശേഷം ഞങ്ങൾക്ക് അത്ര വിശ്വാസയോഗ്യമായിട്ട് വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം എല്ലാ ഭാഗത്തും തീയുണ്ടെങ്കിലേ പുകയുണ്ടാകുള്ളൂ. കാരണം അവരെ കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ താങ്കൾ അത്ര സംശുദ്ധനാണെന്നൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞ വഴിക്ക് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ, ഈ രാജേഷ് കൃഷ്ണയെ എന്റെ ബെഡ്റൂമിൽ നിന്ന് ഞാൻ പിടിച്ച് പുറത്തേക്കാക്കിയിരുന്ന ഒരു മനുഷ്യന് ഒരു ചാനൽ ചർച്ചയിലെ ഒരു കത്തിന്റെ ഓതന്റിസിറ്റി തെളിയിക്കാൻ വേണ്ടി പറയുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം മോശപ്പെട്ട കാര്യമാണ്. ആ സ്ത്രീ എങ്ങനത്തെ സ്ത്രീ ആവട്ടെ, എന്ത് തന്നെയാണെങ്കിലും ഈ ആരോപണത്തിൽ ഞാൻ ആർക്കു വേണ്ടിയാണോ ഈ കത്ത് അയച്ചിട്ടുള്ളത്, ആ രാജേഷ് കൃഷ്ണയെ ഞാൻ എന്റെ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്കാക്കിയ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങള് എനിക്ക് പറയേണ്ടി വരും. പക്ഷെ അതിന്റെ അവതാരകൻ അതിനെ അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തി, ആ ഇല്ലാത്ത സ്ത്രീ അതിലേക്ക് വലിച്ചയച്ചു കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഷർഷാദ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം തന്നെ പറയുന്നു, അദ്ദേഹം DYFIയുടെ എന്തോ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പൊ ഒരു കാലത്ത് പാർട്ടിയോട് ഒട്ടി നിന്നിട്ട് ഈ പറഞ്ഞ ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരും, പിന്നെ ഇദ്ദേഹത്തിന് വ്യവസായി എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ മുൻ ഭാര്യ ചോദിക്കുന്നുണ്ട്, ഇദ്ദേഹം എന്ത് വ്യവസായമാണ് നടത്തിയിരിക്കുന്നത്? അപ്പൊ വ്യവസായി ആയതിന്റെ പേരിലൊന്നുമല്ല, ഇദ്ദേഹം 2-3 വർഷമായിട്ട് ഈ കത്ത് പുറത്താക്കണം എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് പാർട്ടിയിലെ പല വാതിലുകളും മുട്ടി നോക്കിയിട്ട് അതിൽ ആ മുട്ടൽ വീണിട്ടുള്ള ആരോ ഈ കത്ത് ചോർത്തിയത് എന്നതിനപ്പുറമുള്ള ഒരു പ്രസക്തിയും ഈ വിഷയത്തിൽ ഞാൻ കാണുന്നില്ല. ശ്രീ അനിൽ നമ്പ്യാർ, അങ്ങ് മനസ്സിലാക്കണം, അതായത് ഒരു വൈദേഹ റിസോർട്ടിന്റെ പ്രശ്നം എത്രത്തോളം കത്തി നിന്നു. 95 ലക്ഷം രൂപ EP ജയരാജൻ എന്ന് പറയുന്ന മനുഷ്യൻ അവിടുന്ന് ഷെയർ എടുത്തു എന്നുള്ള ഒരു വിഷയത്തിലെ ഒറ്റ കാര്യത്തിലെ മറുപടിയിൽ ഇവിടുത്തെ പ്രതിപക്ഷം ഒതുങ്ങി എന്നുള്ളത് വസന്ത് തെങ്ങുമ്പള്ളി മനസ്സിലാക്കണം. അതായത് എന്താ, എന്റെ ഭാര്യയ്ക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മാനേജർ സ്ഥാനം റിട്ടയർമെന്റ് ചെയ്യുമ്പോൾ കിട്ടിയ പൈസയാണ് അവിടെ നിക്ഷേപിച്ചത്. പിന്നീട് ആ വിഷയത്തെ കുറിച്ച് നമ്മൾ കേട്ടുവാ. അതുപോലെ തന്നെ 1.72 കോടി രൂപ ചെയ്യാത്ത സേവനത്തിന് പൈസ മേടിച്ച വീണ വിജയൻ കമ്പനി തുടങ്ങിയത് പിണറായി വിജയന്റെ ഭാര്യ റിട്ടയർമെന്റ് ചെയ്തിട്ടുള്ള പൈസ കൊണ്ട് തുടങ്ങിയ കമ്പനിയാണെന്ന് പറയുന്നത് വിശ്വസിപ്പിക്കാൻ അവർക്കായി. അവരിവിടെ ക്യാപ്സ്യൂളിന്റെ കാര്യം വസന്ത് തെങ്ങുമ്പള്ളി പറഞ്ഞത് ശരിയാണ്. അവർ കൊടുക്കുന്ന ക്യാപ്സ്യൂളുകൾ കൃത്യമായി വിഴുങ്ങുന്ന ആ ഒരു സമയം മാത്രമാണ്, ആ വിഴുങ്ങാത്ത അത് ശരീരത്തിലേക്ക് എത്താത്തതിന്റെ ഒരു ചെറിയ നിമിഷം മാത്രം പാർട്ടിയെ ഇത്തരത്തിൽ
ശങ്കിക്കുന്ന ഒരു വലിയ വിഭാഗം പാർട്ടിയിൽ ഉണ്ട് എന്നുള്ള ധൈര്യമാണ് ഈ പാർട്ടി ഇത്തരക്കാരുമായിട്ട് ഈ രാജേഷ് കൃഷ്ണയെ പോലുള്ളവരെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് ഇത്തരത്തിലുള്ള ഹവാല ഇടപാടുകളും കാര്യങ്ങളും നടത്തുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പക്ഷെ ഷർഷാദിന്റെ ഈ കത്ത് പുറത്തുവിടലും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും ഒരു ചെറിയ ഡ്രാമ എഴുതി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഷർഷാദ് പറയുന്നത് അദ്ദേഹം കത്ത് പുറത്ത് വിട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഷർഷാദ് അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാറായിട്ടില്ല അനിൽ നമ്പ്യാരെ. അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ മാത്രം എന്റെ പ്രായം എന്നെ അനുവദിക്കുന്നില്ല. ഒരുപക്ഷെ രാഷ്ട്രീയ നിരീക്ഷണത്തിലുള്ള പാകപ്പിഴ കൊണ്ടാണെങ്കിൽ പോലും ഷർഷാദ് ഈ കാര്യത്തിൽ പലതും ഒളിച്ചു വെക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ മുൻപത്തെ ചർച്ചയിൽ അദ്ദേഹം ഏകദേശം 25-30 മിനിറ്റ് ഉണ്ടായിരുന്നു. ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നുമല്ല. അത് ഈ MP ഗോവിന്ദന്റെ മകനിലേക്ക് കുറ്റം ചാർത്തപ്പെടാൻ. അപ്പൊ നമ്മൾ പറയില്ലേ ചത്തുനാറുന്നത് എന്താണ് മൂപ്പര് തട്ടിൻ പുറത്തിൽ ചത്തതാകാം എന്നൊരു കവിതാശകലമാണ് എനിക്കിതിപ്പോ കേട്ടപ്പോ തോന്നിയത്. ചത്തുനാറുന്നുണ്ട്, പക്ഷെ ആ ചത്തുനാറുന്നത് എന്താണ് എന്നുള്ളതിന് തെളിവ് ഹാജരാക്കാൻ അദ്ദേഹത്തിനായിട്ടില്ല. പിന്നെ രാജേഷ് കൃഷ്ണയുമായിട്ട് തോമസ് ഐസക്കിനും MP രാജേഷിനും അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണനും പരിചയം CPM നേതാക്കളുടെ പരിചയം മുഴുവൻ കുത്തക മുതലാളിമാരായിട്ടും ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരായിട്ടാന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. അതുമാതിരി ഒരു പരിചയം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ 3 വ്യക്തികളെ സസ്പെക്റ്റഡ് ആയിട്ട് നിർത്താൻ എനിക്ക് സാധിക്കുന്നില്ല. ഈ അതായത് ഇദ്ദേഹം ഒരു ഡൂബിയസ് ക്യാരക്ടർ ആണ് എന്ന് അറിഞ്ഞിട്ടും ഇദ്ദേഹവുമായിട്ടുള്ള ചങ്ങാത്തം തുടരുന്നത് എന്തിനാണ്? താങ്കൾ പറഞ്ഞത് ശരിയാണ്. മുതലാളിമാരുമായിട്ടൊക്കെ ഇവർക്ക് തട്ടിപ്പുകാരുമായിട്ടൊക്കെ ഇവർക്ക് കമ്പനിയുണ്ട്, എല്ലാം ശരിയാണ്, സമ്മതിക്കുന്നു. പക്ഷേ എങ്കിലും ഈ രാജേഷ് കൃഷ്ണ ഇതാദ്യമായിട്ടല്ല ഈ ചിത്രത്തിൽ വരുന്നത്. നേരത്തെയും ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആ പശ്ചാത്തലത്തിലെങ്കിലും പാർട്ടിക്ക് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം നൽകാനുള്ള ഉത്തരവാദിത്തമില്ലേ? എന്തുകൊണ്ട് അവർ കാണിക്കുന്നില്ല? ഇപ്പം ഇന്ന് ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് അസംബന്ധം എന്ന് പറഞ്ഞ് ഒളിച്ചോടിയതുപോലെ എന്തിനാണത്? കൃത്യമായിട്ട് ക്ലാരിറ്റിയോടുകൂടി ഒരു വിശദീകരണം തരാമല്ലോ, അവിടെ തീരുമല്ലോ ഇത്. ആന്റിസിപ്പേറ്ററി ബെയിൽ എന്ന് പറഞ്ഞിട്ടൊന്ന് എടുത്തുകൊണ്ടാണ് 9 വർഷം 3 മാസം മുമ്പ് പിണറായി വിജയൻ അധികാരത്തിൽ കയറിയിരിക്കുന്നതെന്ന് അനിൽ നമ്പ്യാർക്ക് നന്നായിട്ട് അറിയില്ലേ? ഒരുപാട് അവതാരങ്ങൾ ഈ ഭരണത്തിന്റെ ഇടനാഴികയിലൂടെ സഞ്ചരിക്കാൻ ഇടയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ള രാജേഷ് കൃഷ്ണമാരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ശ്രീ അനിൽ നമ്പ്യാർ. ഇത്തരത്തിലുള്ള ഒരുപാട് രാജേഷ് കൃഷ്ണമാരുടെ കൊടയ്ക്ക് കീഴിലാണ് CPM എന്ന് പറയുന്ന പാർട്ടി ഇവിടെ ഭരണം നിലനിർത്തി മുൻപോട്ട് പോകുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഇവിടെ വസന്ത് തെങ്ങുംപള്ളിയുടെ ആവേശവും അദ്ദേഹം വിളിച്ചു പറഞ്ഞ കാര്യങ്ങളോടും അംഗീകരിക്കുമ്പോൾ തന്നെ ഈ വിഷയം പുറത്തു വന്നിട്ട് ഇത്ര സമയത്തിനുള്ളിൽ VD സതീശന്റെ ഒരു പ്രസ്താവനയ്ക്കപ്പുറം ഇവിടുത്തെ പ്രതിപക്ഷം ഈ കാര്യത്തിൽ എന്തുകൊണ്ട് കൃത്യമായിട്ട് ഒരു ഇടപെടൽ നടത്തിയിട്ട് മുൻപോട്ട് പോകുന്നില്ല എന്നുള്ള ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത്, ഈ കാര്യത്തിൽ കാര്യമായ കഴമ്പുണ്ട് എന്നുള്ളത് ഇവിടുത്തെ പ്രതിപക്ഷത്തിന് പോലും ബോധ്യമാവാത്ത സാഹചര്യത്തില് ഈ ഷർഷാദിനെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യത്തിൽ കൂടുതലായിട്ട് CPM എന്ന് പറയുന്ന പാർട്ടി നേതാക്കള് ഒരു വൻതുക ഇതിലൂടെ സമ്പാദിച്ചു എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. PR ശിവശങ്കർ, താങ്കൾ നേരത്തെ കൈപൊക്കിയിരുന്നു. നമ്മുടെ MK ഹരിദാസ് ഇതിൽ ഈ കത്തിലെ ഉള്ളടക്കം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഉള്ള അഴിമതി അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ, അതിൽ മന്ത്രിമാരെയും CPM നേതാക്കളെയും സംശയിക്കേണ്ട എന്നൊരു അഭിപ്രായമാണ് ഇവിടെ പ്രകടിപ്പിച്ചത്. ഈ വിവാദവും അതിൻ്റെ ആയുസ്സും 1-2 ദിവസം കൊണ്ട് തീരുമോ? ശ്രീ MK ഹരിദാസിനെ പോലുള്ള ഒരു മുതിർന്ന നിരീക്ഷകന്റെ പല നിരീക്ഷണങ്ങളോടും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോടും പലകുറി യോജിച്ച ആളാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്നത്തെ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളോട് എനിക്കൊരല്പം വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ഈ കത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളിൽ അദ്ദേഹം വസ്തുതകളാണോ പറഞ്ഞത് എന്ന് ഞാൻ സംശയിക്കുന്നു. എന്റെ ഭാഗം ഞാൻ ഇങ്ങനെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഊഹാപോഹങ്ങളാണ് കത്തിലെ പല കാര്യം എന്ന് പറയുന്നു. അങ്ങനെ അല്ല എന്ന് പറയാൻ ഞാൻ 5 ഉദാഹരണങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, സമയക്കുറവ് എനിക്കുള്ളതുകൊണ്ട് അദ്ദേഹത്തിനും അതിനെക്കുറിച്ച് പറയാം. ഒന്ന്, അദ്ദേഹം ഈ കത്തിൽ പറയുന്ന ഫെഡറൽ ബാങ്ക് വിഷയം, ഈ ഫെഡറൽ ബാങ്ക് വിഷയത്തിൽ ഇത്തരം ആരോപണങ്ങൾ ആദ്യമായിട്ടല്ല. അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പും ഈ കത്തിന്റെ ഫെഡറൽ ബാങ്ക് വിഷയമായിട്ടും വന്നിരുന്നു. അന്നും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ അന്നത്തെ ഫിനാൻസ് മന്ത്രിക്കോ ഞാൻ ഇങ്ങനെ വ്യക്തിപരമായി ഒരു ഫെഡറൽ ബാങ്കിലെ ഒരു ലോണിന്റെ ആവശ്യത്തിന് ഇടപെട്ടിട്ടില്ല എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഈ കത്ത് വന്നതിന് ശേഷം ഇന്നോ ഇന്നലെയോ എനിക്ക് ഇദ്ദേഹത്തെ
എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഫെഡറൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറയാനുള്ള സമയമോ ഫേസ്ബുക്കിൽ കുറിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അത് ചെയ്തിട്ടില്ല. രണ്ട്, ഹരിദാസിക്കും അറിയാം, ഞങ്ങൾക്കൊക്കെ CPM പ്രവർത്തകരായിട്ട് നല്ല ബന്ധമുണ്ട്. കുറെ പേര് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കുറെ പേര് ഇപ്പോഴും ലോൺ എടുക്കാനും ലോൺ കെട്ടിട്ട് ബാങ്കിൽ നിന്നുള്ള പ്രശ്നവുമായിട്ട് നടക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ടി ആരും ഫിനാൻസ് മിനിസ്റ്റർ പോയിട്ട് ജില്ലാ സെക്രട്ടറി പോലും വിളിക്കുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതൊരു ചെറിയ ബന്ധത്തിന്റെ പേരിലല്ല എന്ന് നമുക്ക് ഒരു ഊഹാപോഹവുമില്ല, വിശ്വസിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇന്നെങ്കിലും ശ്രീ ഫിനാൻസ് മിനിസ്റ്ററായ മുൻ ഫിനാൻസ് മിനിസ്റ്റർ ഈ പറയുന്ന ഒരു എതിർപ്പ് പ്രകടിപ്പിക്കണം, തെറ്റാണ് എന്ന് പറയാൻ അദ്ദേഹം തയ്യാറാവണം. രണ്ട്, അദ്ദേഹം പറയുന്ന ഈ കിങ്ഡം സെക്യൂരിറ്റീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളിൽ അന്വേഷണം നടന്നിട്ടുണ്ട് വലിയ രീതിയിൽ. ഇദ്ദേഹം പറഞ്ഞത് 50 ലക്ഷം രൂപ ആദ്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടന്നു, അതിന്റെ ഷെയറിംഗിൽ 43-51% ഷെയറിംഗിലുള്ള ക്രമക്കേട് പറയുന്നുണ്ട്. ഏതായാലും മദ്രാസിലെ DGP ഇടപെട്ടിട്ട് ആ കമ്പനി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണകൾ വേണം. അത് മാത്രമല്ല, AR റഹ്മാനിന്റെ ഓഫീസും AVM സ്റ്റുഡിയോസും ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് മാച്ചും അടക്കം സെക്യൂരിറ്റീസ് ആക്ടിലേക്ക് സെക്യൂരിറ്റീസ് ചെയ്യാൻ, മാൻ പവർ സെക്യൂരിറ്റി കൊടുക്കുവാനായിട്ട് ഈ കമ്പനിക്ക് യാതൊരു എക്സ്പീരിയൻസും ഞാൻ കണ്ടിട്ടില്ല, ഇംഗ്ലണ്ട് ബേസ്ഡ് കമ്പനിക്ക് പോലും. അതുകൊണ്ട് അതല്ലെങ്കിൽ തന്നെ കേരളത്തിലും എറണാകുളത്തും ഇന്ത്യയിലുമെല്ലാം ഇതിനേക്കാൾ വലിയ സെക്യൂരിറ്റി കമ്പനികൾ ഉണ്ടാവുകയും ഇവർക്ക് എങ്ങനെ ഇത് കിട്ടി എന്നുള്ള ആരോപണവും അല്ലെങ്കിൽ അതിന് വലിയ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായി എന്നുള്ള ഒരു സംശയത്തിന്റെ മുനയും ഇവിടെ ഉണ്ട്. സാമ്പത്തികമായ ആരോപണമുണ്ട്, ക്രമക്കേടുണ്ട്, ഫെമ അടക്കമുള്ള ആരോപണങ്ങളുണ്ട്. അതുകൊണ്ട് അത് അടച്ചുപൂട്ടിയിട്ടുണ്ട്. ഇവർക്കെതിരെ ഇത്തരം കമ്പനികൾ എങ്ങനെയാണ്, ഈ ചെറിയ കമ്പനിക്ക് അല്ലെങ്കിൽ തുടങ്ങിയ കമ്പനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ലാണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ റെയിൽവേ ഒരു ഓഫീസറായിരുന്ന, ലാസ്റ്റ് ഗ്രേഡ് ഓഫീസറായിരുന്ന അച്യുതൻ നായർക്ക് എങ്ങനെയാണ് ഇത്ര വലിയ കമ്പനി, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ കമ്പനി തുടർന്ന് സെക്യൂരിറ്റി ഏജൻസി ഒരു നടത്തുവാനുള്ള ഇവിടെ കേണൽമാരും IG-മാരും DGP-മാരും നടത്തുന്ന സെക്യൂരിറ്റി കമ്പനിക്ക് കഷ്ടപ്പെട്ട് കിട്ടുന്നില്ല. മൂന്ന്, ഈ പറയുന്ന സ്ത്രീ, ഞാൻ അവരുടെ വ്യക്തിപരമായി ഞാനൊന്നും പറയുന്നില്ല, ഒരു 100 ഈ സിനിമാ സംവിധായകരെ, എക്സ്പീരിയൻസ് ഉള്ള സംവിധായകരെയും സഹസംവിധായകരെയും ഞാൻ ഇന്ന് പേരെടുത്ത് പറഞ്ഞുതരാം. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒരു ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിരന്ന് നടക്കുന്ന 100 കണക്കിന് സംവിധായകരുണ്ട്, സഹസംവിധായകരുണ്ട്. ഈ പെൺകുട്ടിക്ക് എന്ത് എക്സ്പീരിയൻസിന്റെ പേരിലാണ് മമ്മൂട്ടിയുടെ സിനിമയും ഇത്ര വലിയ ഫണ്ടേഴ്സിനും കിട്ടുന്നത്? എനിക്കറിയാം, പല സംവിധായകനും സഹസംവിധായകരും പണം കിട്ടാത്ത നിർമ്മാതാക്കളില്ലാണ്ട് തേരാപ്പാര നടക്കുന്നുണ്ട്. നല്ല കഥകൾ. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത, ഉയരെ പോലുള്ള സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് മാത്രം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഇത്തരം സംവിധാനം ചെയ്യുവാനുള്ള അവസരം കിട്ടുന്നത് ഭാഗ്യമായിരിക്കാം. പക്ഷേ അത്തരം ഭാഗ്യങ്ങൾക്ക് പുറകിൽ ഒരു ഭർത്താവ് പറയുന്ന കഥകൾ കൂടി അംഗീകരിക്കണം. സിനിമാ മേഖലയിൽ അതൊക്കെ അത്ഭുതങ്ങളാണ്, അത്ഭുതങ്ങൾ സംഭവിക്കുന്ന മേഖലയാണ് സിനിമ. പക്ഷേ അത്തരം അത്ഭുതങ്ങൾക്കെതിരെ നടപടി വരുമ്പോൾ അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ഇനിയും അത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാക്കണം. അത്തരത്തിലുള്ള ക്വാളിഫൈഡ് സിനിമകൾ, ഹൈലി എന്താ പറയുക, ക്രിട്ടിക്കൽ അവാർഡൊക്കെ കിട്ടുന്ന സിനിമകൾ ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ അതിലും സംശയമുണ്ട്. 4, ഏറ്റവും പ്രധാനം ഈ ശുചിത്വ സാഗരം എന്നുള്ള പദ്ധതി, ആഴക്കടൽ പദ്ധതി. എന്തുകൊണ്ടാണ് മേഴ്സിക്കുട്ടി അടക്കമുള്ള ആളുകൾ പത്രസമ്മേളനം നടത്തിയല്ലോ? ഒരു പത്രസമ്മേളനത്തിന് ലണ്ടൻ ബേസ്ഡ് എക്സ്പീരിയൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആർ കമ്മിങ് ടു കേരള ടു ലേൺ അബൌട്ട് ദ ഇന്ത്യൻ ആഴക്കടൽ മത്സ്യബന്ധനത്തെ കുറിച്ചും ഇവിടുത്തെ മറൈൻ ടെക്നോളജിയെ കുറിച്ചും എന്നൊക്കെ പറഞ്ഞ് ദീർഘമായ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ആരാ വന്നത്? ഈ രണ്ടുപേരും ലണ്ടനിൽ നിന്നുള്ള ഒരു മനുഷ്യനും ഇറ്റ്സ് എ പേപ്പർ കമ്പനി എന്ന് ഇദ്ദേഹം പറയുന്നു. മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് പറഞ്ഞോടെ, ഇറ്റ് വാസ് നോട്ട് എ പേപ്പർ കമ്പനി, ദേ ആർ ദ എക്സ്പീരിയൻസ്ഡ് വൺ, ദേ ഹാവ് ദിസ് മച്ച് ഓഫ് ഡീറ്റെയിൽസ്. ഇപ്പോഴത്തെ ഒരു ഫിഷറീസ് മിനിസ്റ്റർക്ക് പറയാലോ, ആ കമ്പനി പേപ്പർ കമ്പനി ആയിരുന്നില്ല. അന്ന് വന്നവരെ ഏറ്റവും ഇവിടുത്തെ മത്സ്യ മേഖലയെ കുറിച്ച് ആഴമായി പഠിച്ച് ഇവിടെ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തയ്യാറുള്ള EYയുടെയോ PWCയുടെ ഒക്കെ പിന്തുണയുള്ള വലിയ കമ്പനിയാന്ന് പറയാറുന്നല്ലോ. ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതും തട്ടിപ്പാണ്, അല്ലെങ്കിൽ ഇദ്ദേഹം മുന്നോട്ട് വെച്ച ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് 50 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ട് ഡീറ്റെയിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കാമല്ലോ. ഇദ്ദേഹത്തിന്റെ ഭാര്യയും ആരോപണങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് പണം വന്നുവെന്നും അത് ചില ആളുകൾക്ക് പറഞ്ഞു ട്രാൻസ്ഫർ ചെയ്തെന്നും പറയുമ്പോൾ, ഇതാ എന്റെ ബാങ്ക് അക്കൗണ്ട്, അന്വേഷിക്കാം, ഈ 3 ബാങ്ക് അക്കൗണ്ടാണ് എനിക്കുള്ളത്, ഇതിനെക്കുറിച്ച് അന്വേഷിക്കൂ, ഇതിന് ഏത് പണമാണ് ഏത് രാഷ്ട്രീയ നേതാവിനാണ് പോയത് എന്ന് പറയാമായിരുന്നല്ലോ.
ഇതൊന്നും പറയാണ്ട് അവരുടെ വ്യക്തിപരമായ കാര്യം, അത് തീർച്ചയായും അവരുടെ കുടുംബ പ്രശ്നമാണ്, ഞാൻ അതിൽ ഇടപെടുന്നില്ല. പക്ഷേ ഇതിലൊന്നും ഊഹാപോഹം മാത്രമാണ്, സംശയിക്കത്താത്ത ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അത് ശരിയല്ല. ഇതിൽ സംശയിക്കേണ്ട പലതുമുണ്ട്. ഈ 5 കാര്യങ്ങളെങ്കിലും, അതിൽ പറയുന്ന മറ്റു പല കാര്യങ്ങളെ ഞാൻ വിടുന്നു, പക്ഷേ ഈ 5 കാര്യങ്ങളിലും ജനങ്ങൾക്ക് സംശയമുണ്ട്, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് സംശയമുണ്ട്, അത് ഞാൻ വിശ്വസിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് സംശയമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അവര് ഇത്തരം വലിയ സമരങ്ങളായിട്ട് മുന്നോട്ട് പോകാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ 5 കാര്യങ്ങളിൽ ഉറപ്പാണ് തട്ടിപ്പ് നടന്നിട്ടുണ്ട്, വലിയ രീതിയിലുള്ള സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ തീർക്കാൻ ഇതിന്റെ ഒന്ന് CPM-ഓ ഭരണാധികാരികളോ ഇതുമായിട്ട് ബന്ധപ്പെട്ട സിനിമാ നിർമ്മാതാക്കളോ മറ്റവരോ രംഗത്തെത്തിയിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിലടക്കം ഇപ്പൊ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഹണി ട്രാപ്പിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. ഇപ്പൊ ആർക്കും കംപ്ലൈന്റ് ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിനെല്ലാം സംശയത്തിന് ഉതകുന്ന സാഹചര്യങ്ങൾ ഈ 5 കാര്യത്തിലെങ്കിലും ഉണ്ട്. താങ്കൾ ആ കത്ത് ഒന്നും കൂടി സീരിയസ് ആയിട്ട് വായിക്കണം. എനിക്ക് താങ്കളെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്, ഒരു സംശയമില്ല. താങ്കൾ ഒരിക്കൽ കൂടി ഇരുത്തി വായിച്ചു കഴിഞ്ഞാൽ ഈ അക്ഷരങ്ങൾക്കും വാക്കുകൾക്കും ഇടയിലുള്ള ചില ഗ്യാപ്പുകളുടെ അർത്ഥം മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രീ ഹരിദാസ് ജി, ഒരു മറുപടി ആവാം. ഒരു ഇവിടെ മിനിറ്റ്. ഈ 1.72 കോടി രൂപയുടെ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് SFIO വരുന്നു എന്ന് പറഞ്ഞപ്പോ അന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള, ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ശ്രീ അനിൽ നമ്പ്യാർ നയിക്കുന്ന ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ഒരു ഉന്നതനായ അഭിഭാഷകൻ കേരള ഹൈക്കോടതിയിൽ പറഞ്ഞത് എന്താണെന്നറിയോ? 2 മാസത്തിനുള്ളില് ഈ വിഷയത്തില് വീണ വിജയൻ അറസ്റ്റിലാവുമെന്ന് എനിക്ക് യാതൊരുവിധ സംശയവുമില്ലെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ വിഷയം അവസാനിപ്പിച്ചത്. അപ്പൊ ഈ CPM എന്ന് പറയുന്ന പാർട്ടിയെ കുറിച്ചാണ് ശ്രീ ശിവശങ്കരന്റെ പ്രിയ സുഹൃത്ത്, എനിക്ക് ഈ രാഷ്ട്രീയത്തിലുള്ള എന്റെ ഏറ്റവും പ്രിയ സുഹൃത്താണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ, എന്റെ ശിവശങ്കര സാറെ, കക്കാൻ അറിയുന്നവന് അവർക്ക് നിൽക്കാൻ അറിയാം. അവർ ഈ അനിൽ നമ്പ്യാർ താങ്കളോട് ചോദിച്ച ചോദ്യത്തിന് എത്ര ആയുസുണ്ടെന്നാണ്. 48 മണിക്കൂർ, ഏറി വന്ന 72 മണിക്കൂറിനപ്പുറമുള്ള ഈ കത്തിലെ ഈ തെളിവുകളും കാര്യങ്ങളും ഒന്നും തന്നെ നിലനിൽക്കാൻ പോകുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലണ്ടനിലുള്ള വ്യവസായിയായിട്ടും അമേരിക്കയിലുള്ള പണക്കാരനായിട്ടും എവിടെ വെച്ചിട്ട് എന്ത് കുടുക്കിയിട്ട് എന്ത് ബിസിനസ് കാര്യങ്ങളിലും എന്ത് 10 പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാർട്ടിക്കകത്ത് ഉണ്ടാക്കിക്കൊണ്ടാണ് പാർട്ടിയിലെ മുൻപോട്ട് പോകും. പിന്നെ താങ്കളുടെ സിനിമയുടെ കാര്യത്തിൽ താങ്കൾ പറഞ്ഞിട്ടുള്ളത് അത് ഈ ഡ്രഡ്ജിങ് മാതിരിയാണ്. കൊച്ചി നമ്മളെങ്ങനെയാ ചളി കുത്തിയെടുത്തിട്ടാണ് നമ്മുടെ കൊച്ചി ഇന്ന് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് പറഞ്ഞ മാതിരി സിനിമയുടെ ഫണ്ടിങ് മുഴുവൻ എങ്ങനെയാണെന്നുള്ള ചോദ്യത്തിന് അത് സിനിമാ നടന്മാരിലെയും നടികളിലൂടെയും വരുന്ന ഫണ്ട് തന്നെയാണ് സിനിമയിൽ വീണ്ടും ഉപയോഗിച്ച് മുൻപോട്ട് പോകുന്നത്. അത് നേരിൽ കാണുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഒരു സിനിമാ നടൻ എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞ കാര്യമാണ്. സിനിമയിൽ അഭിനയിച്ചു തൽക്കാലം അവസാനിപ്പിക്കാം. സെക്രട്ടേറിയറ്റിൻ്റെ ഇടനാഴികളിലെ അവതാരങ്ങൾക്കെതിരെ പ്രതികരിച്ച പിണറായി വിജയൻ്റെ ഓഫീസ് തന്നെ നമുക്കറിയാം സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിസ്ഥാനത്തായി. കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ള CPM അപജയത്തിൻ്റെ നേർക്കാഴ്ചയായി. ഭൂമാഫിയയും മണൽ മാഫിയയും റിസോർട്ട് മാഫിയയും ഒക്കെ അവിഹിത ഇടപാടുകൾ നടത്തുന്ന എത്ര പാർട്ടി നേതാക്കൾ, ദല്ലാളുമാരും അവതാരങ്ങളും സഖാക്കന്മാരുടെ ജീവിതശൈലി തന്നെ ഉടച്ചു വാർത്തു. പണം വന്നു മറിഞ്ഞതോടുകൂടി പ്രത്യയശാസ്ത്രവും ആദർശവും പെരുവഴിയിലായി. പക്ഷേ എങ്കിലും പാർട്ടിക്ക് ധാർമ്മികത എന്നൊന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഒരന്വേഷണത്തിന് അവർ തയ്യാറാകണം. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാധികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.